പേര് എബി. എനിക്ക് ബുദ്ധിമുട്ടായില്ലേ? ഏയ്, എങ്ങനെയാ നന്ദി പറയണ്ടെന്ന് അറിയില്ല. ദൈവം നിങ്ങളെ അവിടെ എത്തിച്ചു, അതുകൊണ്ട് എന്റെ മോളെ രക്ഷപ്പെട്ടു. ഡോക്ടറുടെ മോളാണോ? എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മോളാ, എൻ്റെ കൂടെ താമസം. പാവ അമ്മയില്ലാത്ത കുട്ടിയാ. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. ഞാനും പേടിച്ചു പോയി. ഡോക്ടർ എനിക്കൊന്ന് കാണാവോ? ഓ, കണ്ടു. Oh, sorry. It's all right. നോൺസെൻസ്. എവിടെ നോക്കിയോടോ വായിക്കുന്നത്? മനുഷ്യനെ മെനക്കെടുത്താൻ ഓരോന്നിങ്ങി വന്നിരിക്കുക. സ്റ്റോപ്പ് ഇറ്റ്. ഇന്നത്ര മതി. പൊയ്ക്കോളാൻ. നമ്മുടെ പദ്ധതിയുടെ പരിപൂർണ വിജയത്തിന്റെ പേരിൽ സന്തോഷമായി നീ ഏതെങ്കിലും താങ്ങിയട്ടെ. ആ പെണ്ണ് മറിഞ്ഞേറ്റ് വീണേന് നീ എന്താ തല ഉണ്ടാക്കുന്നത്? നാളെ ചിലപ്പോ അവള് ചാത്തൂന്നും കേൾക്കും. ഇതുപോലെ ഡെയിലി എത്ര ചാവുന്നു. ഇതെങ്കിൽ താങ്ങിയട്ടെ. എന്തായാലും വളരെ ബോറായി പോയി. അത് കൊള്ളാം. ഇപ്പൊ എല്ലാം എന്റെ തലയില്. നീ തന്നെയല്ലേ പറഞ്ഞത് അവളൊരു പാഠം പഠിപ്പിക്കണമെന്ന്? അതിന് നീ ഇത്ര ഓവർ സ്മാർട്ട് ആവുമെന്ന് ഞാൻ അറിഞ്ഞു. ചില കാര്യങ്ങളിൽ ഞാൻ ഇത്തിരി ഓവർ സ്മാർട്ടായി നിൽക്കും. സഹിക്കാൻ പറ്റുമെങ്കിൽ സഹിച്ചാൽ മതി. അളി അതിങ്ങ് വീശിയാട്ട് ഞാനൊന്ന് അമേരിക്കയിലേക്ക് എത്തിക്കോട്ടെ. ഇതിനൊക്കെ എണ്ണി 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 ഞാൻ ചോദിക്കും. എടോ മേനോനെ, ഞാനൊന്ന് ചോദിക്കട്ടെ, താൻ ആർക്ക് വേണ്ടി സമ്പാദിച്ചു കൂട്ടുന്നേ? അതിപ്പോ ഇവക്ക് വേണ്ടി, അല്ലാതെ ആർക്ക് വേണ്ടിയാ? എന്നിട്ട് ഇവിടെ കാര്യത്തിൽ തനിക്ക് വല്ല ശ്രദ്ധയുണ്ടോ? ശ്രദ്ധയില്ലാഞ്ഞിട്ടാണോ ഞാനിപ്പോ ഇങ്ങോട്ട് ഓടി വന്നത്? പിന്നെ ഓടി വന്നു. തനിക്ക് ഇങ്ങോട്ടൊന്ന് എഴുന്നള്ളാൻ തന്റെ മോൾ ആക്സിഡന്റ് ആയിട്ട് കിടക്കേണ്ടി വന്നല്ലേ? ഇവരുടെ കാര്യങ്ങളെല്ലാം എന്നെക്കാൾ ഭംഗിയായി നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ. എന്നാലും തന്റെ മോളല്ലേ, തനിക്കൊരു കടമയില്ലേ? ശരിയാണ്, അമ്മയില്ലാത്ത കുട്ടിയല്ലേ. ഇവരുടെ കാര്യങ്ങൾ വേണ്ട പോലെ നോക്കാൻ എന്റെ ജോലി തടസ്സമായതുകൊണ്ടല്ലേ ഞാൻ ഇവളെ ഇവിടെ കൊണ്ടാക്കിയത്. എല്ലാം സച്ചിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. സത്യത്തിൽ ഞാൻ ബിസിനസ് ടൂറിലായിരുന്നു. അറിഞ്ഞ ഉടനെ ഇങ്ങോട്ട് പോന്നു. സംഗതി ശരിയാണ്. പക്ഷേ ഇവൾക്ക് അതൊന്നും അറിയില്ലല്ലോ. രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുന്നില്ലെന്നുള്ള ധാരണ കുട്ടികൾക്കുണ്ടാവാൻ പാടില്ല. കഴിഞ്ഞതൊക്കെ പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇത്തവണത്തെ വെക്കേഷന് ഇവളെ കൂടെ കൊണ്ടുപോകണം. ഒരു 5-6 ദിവസം ഡാഡിയോട് നിൽക്കട്ടെ. അല്ലെങ്കിലേ ഇവളിവിടെ കിടന്ന് കയറ് കൂട്ടിക്കും. അല്ലേ മോളെ? ഡാഡി പോയിട്ട് വരാം. എന്നെ എപ്പോഴാ ഡാഡി കൊണ്ടുപോന്നെ? വെക്കേഷൻ ആകട്ടെ. ഡാഡി വെറുതെ പറയാ. ഡാഡിക്ക് അതിനൊന്നും സമയം കിട്ടില്ല. ഓ, അങ്ങനല്ല മോളെ. വെക്കേഷൻ ആകുമ്പോ നമുക്കൊരു ടൂർ പോവാം. മോക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലം പറ. ഞാൻ കത്തെഴുതാം. ശരി. പിന്നെ യാത്രയില്ല. ഒരു 2 മണിക്കൂറെങ്കിലാവും ഇതൊന്ന് ശരിയായി കിട്ടാൻ. എന്നാ ഞങ്ങളൊന്ന് പോയിട്ട് വരാം. 2 മണിക്കൂർ കൊണ്ട് ഇയാൾ സ്പാനർ കാപ്പി എടുക്കുമെന്ന് സംശയം. ഒരു ഓട്ടോ പോലും കാണുന്നില്ലല്ലോ. ഹലോ എബേ, എന്താ ഇവിടെ? കാറ് കേടായി പോയി, റിപ്പയറിന് കൊടുത്തിരിക്കുക. ഓഹോ, ആ കുട്ടിക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ?
ഷീസ് ഓക്കെ, വീട്ടിലുണ്ട്. അപ്പൊ കാറ് ശരിയാകുന്നവരെ ഫ്രീയാ. ആ അപ്പൊ എന്റെ വീട് ഇവിടെ അടുത്താ, നമുക്ക് അങ്ങോട്ട് പോവാം. കയറിക്കോളൂ. വാ, ഞാൻ കേറി. റെഡി, എനിക്കങ്ങുള്ള അഹങ്കാരമൊന്നുമില്ല. को किसके गम ने मारा हमको किसके ഇത് കോഴിക്കോട് അബ്ദുൽ ഖാദർ അല്ലേ? നോളജ് ഉണ്ട് മ്യൂസിക്കില്. എബിക്കറിയാവോ ആരാണെന്ന്? ഗുലാമലി. വെരി ഗുഡ്. അപ്പൊ എബിക്ക് മ്യൂസിക് നോളജ് ഉണ്ട്. പിന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാനൊരു ചെറിയ പെയിന്ററാ. പലയിടത്തും കറങ്ങുന്ന കൂട്ടത്തിൽ വല്ലപ്പോഴും ഇവിടെയും വരാറുണ്ട്. പെയിന്റർ എന്ന് പറഞ്ഞ? ചിത്രരചന. ഓ, വാൻ ഗോഗും ദാലിയും ഒക്കെ പോലെ. അത്രയ്ക്കൊന്നുമില്ല. വിരുന്നുകാരുണ്ട്. വരൂ. നീ അറിയോ ഇവരെയൊക്കെ? അന്ന് മോളെ ഹോസ്പിറ്റലിൽ. ആ അതെ, ഇത് എബി. ഇത് എവിടെ ഒരു ഫ്രണ്ട്. പിന്നെ പീറ്റർ ഫെർണാണ്ടസ്. അതെ. ഇരിക്കുന്നു. ആ, ചായ എടുക്ക. അപ്പൊ നമ്മള് എവിടാ പറഞ്ഞു നിർത്തിയ? പെയിന്റിങ്സിന്റെ കാര്യം. ആ, വാൻ ഗോഗ് ദാലിയൊക്കെ എന്റെ ഫേവറേറ്റ്സാ. ആ, എവിടെ പേരൻസ് ഒക്കെ? പേരൻസ് എന്ന് പറയാൻ ഒരു ഡാഡിയും ഒരു മമ്മിയും മാത്രമേ ഉള്ളൂ. അത് ശരി. അവര് അമേരിക്കയിലാ, ഷിക്കാഗോയില്. ഡാഡി അവിടെ ഒരു ഹോട്ടൽ ഗ്രൂപ്പിന്റെ ജനറൽ മാനേജരാ. ഏത് ഗ്രൂപ്പ്? ഹിൽട്ടൺ. ആ, ഞാനുണ്ടായിരുന്നു സ്റ്റേറ്റ്സിലെ 14 വർഷം. ആ, ഡാഡിയുടെ പേരെന്താന്ന് പറഞ്ഞു? ആൽബർട്ട് പെരേര. മ്യൂസിക്കിൽ ഇൻട്രസ്റ്റ് ഉള്ള പെയിന്റർ. രണ്ടും കൂടെ ഒത്തുകിട്ടുക എന്ന് പറയുന്ന ഒരു വരവാ കേട്ടോ. ആ, അത് മാത്രമല്ല, എല്ലാം കുറേശ്ശെ അറിയാം. കുറച്ച് നാള് കളരിപ്പായിട്ട് പഠിച്ചു, പിന്നെ കരാട്ടെ. ഈശോ മിശിഹായുടെ സഹായം കൊണ്ട് ഒന്നും മുഴുവനാക്കിയില്ല. എബി, എനിക്കൊരു ഉപകാരം ചെയ്യണം. ഹോസ്പിറ്റലിലേക്ക് കുറച്ച് പെയിന്റിങ്സ് ചെയ്ത് തരണം. അതിനെന്താ? നിലീന ഇവരെയൊക്കെ അറിയില്ലേ? ആ ഹോസ്പിറ്റൽ പെയിന്റ് ചെയ്യാൻ വന്നവരല്ലേ? ഈ വീട് കൂടി ഇവരെങ്ങ് ഏൽപ്പിക്കാം. ഏതായാലും ആനുവൽ മെയിന്റനൻസിന് സമയമായല്ലോ. പക്ഷേ ചുവര് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് വേണം പെയിന്റ് ചെയ്യാൻ. നോ നിലീന, മോൾ ഉദ്ദേശിക്കുന്ന പെയിന്റർ അല്ല. എബി ഒരു ചിത്രകാരനാ. ഓ, ഐ എം സോറി. സാരമില്ല. ആ, അന്ന് മോക്ക് ആക്സിഡന്റ് ആയപ്പോ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഈ എബിയാ. അയ്യോ, ഞാൻ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു പോയി. ഇറ്റ്സ് ഓൾ റൈറ്റ്. വണ്ടി റിപ്പയർ ചെയ്ത് കാണും. പോകാൻ ഇത്തിരി തിടുക്കമുണ്ട്. വരട്ടെ. വരട്ടെ. ലിലിനെ അന്വേഷിച്ച് ലാബിന്റെ അടുത്ത് ഒരാൾ നിൽപ്പുണ്ട്. ആരാടി? ആരെന്നറിഞ്ഞാലോ ചെല്ലുള്ളൂ. ഒരു ചുള്ളൻ കേസ് കേട്ടാ, വേഗം ചെല്ല്. ആരായിരിക്കും? ഇതെന്താ ഇവിടെ? നിലിനെ ഒന്ന് കാണാൻ വേണ്ടി വന്ന. എന്തേ? ഒന്നുമില്ല. ഞാൻ കരുതി അന്ന് എന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന്റെ കൂലി ചോദിക്കാനാണെന്ന്. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ വന്ന അങ്കിളിനോട് പറഞ്ഞ് വല്ലത് വാങ്ങിച്ചുതരാം. ഞാനൊരു കാര്യം പറഞ്ഞ കുട്ടി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വേണമെങ്കിൽ ഒരു എടുത്തിയാട്ടത്തിന്റെ പുറത്ത് ചെയ്താണെന്ന് പറയാം. അബദ്ധമെന്നോ റിവഞ്ചെന്നോ എങ്ങനെ വേണേലും പറയാം. എബി എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിലീനയ്ക്ക് ആക്സിഡന്റ് ഉണ്ടാവാൻ കാരണക്കാരൻ ഞാനാ. വണ്ടിയുടെ വീലിനിട്ട് താനെ ഊരി തെറിച്ചതല്ല, മനഃപൂർവ്വം സംഭവിച്ച. ഞാൻ പറഞ്ഞിട്ടാ പീറ്റർ അത് ചെയ്തത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. പീറ്റർ ഇത്തിരി കടന്ന് ചിന്തിച്ചു, അതാണ് ഉണ്ടായത്. അതിന്റെ പേരിൽ കുട്ടിയോട് മാപ്പി ചോദിക്കാൻ വന്നതാണ് ഞാൻ. ഓഹോ, അപ്പോ അതൊരു വാശി തീർക്കലായിരുന്നു. ഞാൻ ഒരു പെൺകുട്ടിയോട് ഇത്രയും ക്രൂവലാവാൻ കഴിഞ്ഞ നിങ്ങളുടെ മനക്കട്ടി സംഭവിച്ചിരിക്കുന്നു. നിലീന, അത് നോ, നിങ്ങളിപ്പോ പറഞ്ഞില്ലേ മാപ്പ്, അത് ഞാൻ തന്നാലും ദൈവം നിങ്ങൾക്ക് തരില്ല. Because you're too cruel. എനിക്ക് നിങ്ങളെ കാണണ്ട. അതെ, ഒരു മിനിറ്റ്. ദൈവം എനിക്ക് മാപ്പ് തരികയോ തരാതിരിക്കുകയോ ചെയ്യട്ടെ. കുട്ടി ഇനി എന്നെ കാണണമെന്ന് എനിക്ക് നിർബന്ധവും ഇല്ല. സത്യം തുറന്നു പറയണമെന്ന് തോന്നി തുറന്നു പറഞ്ഞു, അത്രേ ഉള്ളൂ. ഗുഡ് ബൈ.
അവര് ചെയ്തത് വലിയ തെറ്റ് തന്നെയാ. എന്നാലും അതിനവരെ പ്രേരിപ്പിച്ചത് ഒരു കണക്കിന് നമ്മൾ തന്നെയല്ലേ. കുസൃതി ഒപ്പിച്ചതാണെങ്കിലും നമ്മൾ ചെയ്തതും പോക്കൃത്തരോ. നിന്റെ കണ്ണില് നീ മാത്രം ശരി, അത് എപ്പോഴും നന്നല്ല. ഞാൻ പറയുന്നു, എബി മനസാക്ഷിയുള്ളവന്. അല്ലെങ്കിൽ അയാൾക്ക് ആ കാര്യം രഹസ്യമായി വെക്കാവുന്നല്ലേ ഉള്ളൂ. കുസൃതി ഒപ്പിച്ചതാണെങ്കിലും നമ്മൾ ചെയ്തതും പോക്കൃത്തരോ. ഞാൻ പറയുന്നു, എബി മനസാക്ഷിയുള്ളവനാ. അല്ലെങ്കിൽ അയാൾക്ക് ആ കാര്യം രഹസ്യമായി വെക്കാവുന്നല്ലേ ഉള്ളൂ. കുളിമുറി കയറാൻ കാത്തിരിക്കും ഫോൺ ബില്ലടിക്കാൻ. ഹലോ, യെസ്, പീറ്റർ ഫെർണാണ്ടസ് സ്പീക്കിംഗ്. ആ, ഷിക്കാഗോ. ഷിക്കാഗോ അങ്കിളെ, ഇത് ഞാനാ, പീറ്റർ. ഇല്ല, എബി പുറത്തു പോയിരിക്ക. ഇല്ലില്ല, ഇപ്പൊ കറക്കൊക്കെ കുറച്ചിരിക്ക. എന്നെ ഭയങ്കര പേടിയാ. പറയാം. അങ്കിളെ, എങ്ങനെയെങ്കിലും അവനെ ഇവിടുന്ന് അങ്ങോട്ട് പൊക്കണേ. പിന്നെ എന്റെ കാര്യം ഹലോ ഹലോ, എന്റെ കാര്യം പറയുമ്പോ അപ്പൊ ഫോൺ കട്ടാവും. പിന്നെയും ഫോൺ. എന്റെ കാര്യം മറക്കരുതേ. Is it 5666? 5666 തന്നെ. എബി ഇല്ല, പീറ്റർ ഫെർണാണ്ടസ്. മേഡം ആരാ? അത് എബിയോട് പറഞ്ഞോളാം. ഹലോ, പീറ്റർ ഫെർണാണ്ടസ്. മിസ്റ്റർ, നിങ്ങൾ ആരാ? ടെലിഫോൺ ഓപ്പറേറ്ററോ? ഒരു കാര്യം പറഞ്ഞേക്കാം, സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? വിഴുങ്ങിക്കളയോ? താൻ ആരാ? പ്രൈം മിനിസ്റ്ററോ? അല്ല, എബി. ഐ ആം സോറി. ഞാനാ നിന്നീന. ആക്സിഡന്റ് കേസ്. ഓ, എബിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? അത് ഇത്തിരി ഫോണിൽ കൂടി പറയാവുന്ന കാര്യമല്ല. ഒരു കാര്യം ചെയ്യോ? നാളെ എബി ഒന്ന് റെസ്റ്റോറന്റിൽ വരുമോ? ഏത് റെസ്റ്റോറന്റ്? കൈനഡി മോട്ടൽസ്, ഷാർപ്പ് അറ്റ് 11. ഇല്ല, എനിക്ക് വേറെ പണിയുണ്ട്. എബി വരും, വരാതിരിക്കില്ല. ഒന്നും വേണ്ട. എന്തിനാ വിളിച്ചത്? എന്താണ് പറയാനുണ്ടെന്ന് പറഞ്ഞത്? എന്താന്ന് വെച്ചാ ഒന്ന് പറഞ്ഞു തുലക്കേ. ആളെ ഒരുമാതിരി വടിയാക്കരുത്. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് കരുതി അതിന്റെ പേര് ബ്ലാക്ക്മെയിൽ ചെയ്യാ? നിന്റെ നാം ഇറങ്ങിപ്പോയോ? അതോടെ വെച്ചേ. പെണ്ണെ, വെളച്ചിലെടുക്കല്ലേ. നിന്റെ സർക്കസ് ഒന്നും എന്റെ അടുത്ത് വേണ്ടാന്ന്. നിങ്ങൾ എന്തിനാ ചുമ്മാ ചൂടാവുന്നേ? പിന്നെ ചൂടാവാതെ കുറച്ചു നേരം ആയല്ലോ. ഇത് ഞങ്ങൾ അമ്മ തീർത്തോളാം. എന്ന് വെച്ചാൽ പബ്ലിക് സ്ഥലം. എനിക്കിപ്പോ എന്താ? മറ്റൊന്നുമല്ല, എനിക്ക് ഇയാളെ ഇഷ്ടാ. I love you. I love you.
കാളവണ്ടിക്കാരൻ. റെസ്റ്റോറന്റിൽ വെച്ച് കുട്ടി പറഞ്ഞില്ലേ ഒരു കാര്യം, അപ്പോ പെട്ടെന്ന് ഒരു മറുപടി പറയാൻ കഴിഞ്ഞില്ല. അതിലെനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. എനിക്കിതിലൊന്നും അത്ര പരിചയമില്ലേ. പിന്നെ ഞാൻ അതേക്കുറിച്ച് ആലോചിച്ചു ഒരുപാട്. സ്നേഹിക്കുക, കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞ വല്ലാത്തൊരു സുഖം തന്നെയാണേ. ഇക്കാര്യം കുട്ടിയോട് എങ്ങനെയാ ഒന്ന് അവതരിപ്പിക്കുക? പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ എന്നൊക്കെ പറയാറില്ലേ, ആ അവസ്ഥയിലാണ് ഞാൻ. ഒന്നാലോചിക്കുമ്പോ നേരിൽ പറയേണ്ടത് നേരിൽ തന്നെ പറയണമല്ലോ. സ്നേഹിക്കണമെന്നും കല്യാണം കഴിക്കണമെന്നും ഒക്കെ ഇപ്പൊ തോന്നുന്നു. പക്ഷേ അത് കുട്ടിയല്ല. ബിക്കോസ് ഐ ഹേറ്റ് യു. വിശദമായിട്ട് പറഞ്ഞാൽ എനിക്ക് കുട്ടിയെ ഇഷ്ടമല്ലെന്ന്. സോറി നെലീന, സോറി. എബി ക്ഷമ ചോദിക്കുന്നു. നിലീന വല്ലാതെ വേദനിച്ച് കാണും. നിലീനയ്ക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിയില്ലെന്നും അറിയാം. ഞാൻ അങ്ങനെ പെരുമാറിയത് കുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ടാ. 100 ജന്മം 100 ജന്മം 100 ജന്മം 100 ജന്മം 100 ജന്മം 100 ജന്മം നിലീനെ ഞാൻ സ്നേഹിക്കും. കുങ്കുമവും കുതിർന്നു, ചന്ദനവും നനഞ്ഞു, പൊന്നാതിരരാവിന്റെ ആർദ്രതളങ്ങൾ സ്വയം ചമയാൻ കടം കൊണ്ട കുങ്കുമവും കുതിർന്നു, ചന്ദനവും നനഞ്ഞു. വാർമുകിലിൻ കരളിൻ പൂമ്പിളികൾ, പാൽമഴയിൽ
ചില്ലയിൽ ഏതോ വിഷു പക്ഷി നിന്നെ കിനാ കാണുമീ വരൂ വരൂ സ്വരമധുരിരാൻ കുങ്കുമം കുതിർന്നുവോ ചന്ദനവും നനഞ്ഞു നിനവിൻ പൂക്കാലമായി നിൻ ഹൃദയം നിറയും പൂത്താലമായി മായും മണി തെന്നലേ ചിന്നും ചിരിത്തൂവലായി മെല്ലെ തുടിച്ചാടുമീ ചെല്ലക്കിനാവുന്നുവാൻ വരൂ വരൂ നിറനിഴലഴകേ കുങ്കുമവും കുതിർന്നുവോ ചന്ദനവും നനഞ്ഞുവോ ആതിരരാവിൻ ആർദ്രതലങ്ങൾ പൊന്നാതിരരാവിന്റെ ആർദ്രതളങ്ങൾ സ്വയം ചമയാൻ കടം കൊണ്ട കുങ്കുമവും കുതിർന്നു ചന്ദനം നനഞ്ഞു സത്യത്തിൽ എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നു. എന്റെ ഈ മാറ്റത്തിലെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഇല്ലായിരുന്നു ഇതുവരെ. ഇപ്പോ എന്റെ മനസ്സ് നിറയെ നീയ ഈ മുഖം, ഈ വെള്ളാരം കണ്ണുകൾ. മതി മതി, കേൾക്കാൻ നല്ല രസമുണ്ട്. നല്ലൊരു നോവൽ വായിക്കുന്ന സുഖം. ഇനി ഇങ്ങനൊക്കെ പറഞ്ഞാ ഞാനങ്ങ് പൊങ്ങിപ്പോകും ആകാശത്തിലോട്ട്. എങ്കിലൊപ്പം ഞാനും വരും. എന്നിട്ട് അവിടെ നമ്മുടേത് മാത്രമായ ഒരു ലോകത്ത് നമ്മൾ തനിച്ച് ദാ ഇങ്ങനെ ഇങ്ങനെ. അയ്യോ, സമയം ഒത്തിരി. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. അതിന് മാത്രം സമയം. ആ പിന്നെ നാളത്തെ പ്രോഗ്രാം പീറ്ററിനോടൊന്നും പറഞ്ഞേക്കില്ലേ? ആന്റി അറിയാതുള്ള മുങ്ങല. എന്ത് കളവ പറയണ്ടെന്ന് ഇനി പോകുന്ന വഴിക്ക് വേണം ആലോചിക്കാൻ. അല്ല സമയം. ഞാൻ പോകുന്നു. ബൈ. നാളെ 4 മണിക്ക്. ഓക്കെ. പിന്നെ ജനിച്ച വീടാണ് നാടാണെന്നൊക്കെ പറഞ്ഞ അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് താൻ ടൂറിനൊന്നും പൊക്കളായിരുന്നു. അതെ അതെ, ഇപ്പോഴത്തെ കാല. ആ അത് പിന്നെ എനിക്കറിയാൻ പാടില്ലേ. ഞാൻ എന്റെ ബിസിനസ് പ്രോഗ്രാം എല്ലാം ക്യാൻസൽ ചെയ്തിരിക്കുക. എനിക്ക് അവള് മാത്രമല്ലേ ഉള്ളൂ. ഡാഡി എപ്പോ വന്നു? കുറച്ചു നേരമായി മോളെ. ആ വേഗം തയ്യാറായിക്കോ. 10 മിനിറ്റ് എടുക്കാവും. ഡാഡിക്ക് പോയിട്ട് വേറെ കാര്യങ്ങളുള്ളതാ. എന്തിനാ ഡാഡി? നമുക്ക് നാട്ടിലേക്കൊക്കെ ഒന്ന് പോകണ്ടേ? അയ്യോ, ആ എന്താ? ഇപ്പൊ വേണ്ട ഡാഡി, പിന്നീട് ഒരു ദിവസം പോകാം. ഏയ് അത് ശരിയാവില്ല. നിന്നെയും കൂട്ടി വെക്കേഷന് എങ്ങോട്ടെങ്കിലും ഒരു ടൂർ പോകണമെന്ന് ഡാഡിക്ക് ഒരു വാശിയാ. പോകാനുള്ള സ്ഥലത്തേക്കുള്ള ടിക്കറ്റ് വരെ അറേഞ്ച് ചെയ്തു. ഇപ്പൊ ഞാൻ വന്ന മണിയാണ്ടിക്കും അങ്കിളിനും വിഷമാകും അല്ലേ അങ്കിൾ? എന്ന് വിചാരിച്ച് പോകാതിരിക്കാൻ പറ്റുമോ മോളെ? ഡാഡിക്കും ആഗ്രഹം കാണില്ലേ മോളുടെ കൂടെ 2 ദിവസം നിൽക്കണമെന്ന്? വേണ്ട ഡാഡി, ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ആവാം. പ്ലീസ് ഡാഡി, പ്ലീസ്. അല്ല എനിക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ അവളോട് നിന്നോട്ടെ അല്ലേ പോലെ? നീ പറ. എന്നാ അങ്ങനെ ആവട്ടെ. തനിക്ക് വിഷമം തോന്നുമല്ലോ എന്ന് വിചാരിച്ച് പറയായിരുന്ന. ഞങ്ങൾക്കും അവളല്ലാതെ വേറെ ആരുണ്ടോ? അവിടെ നിൽക്കുന്ന ഇവിടെ നിൽക്കുന്ന ഒരുപോലല്ലേ ഉള്ളൂ. പ്ലീസ് ഡാഡി. ഹലോ, നിലീനയാ? എന്താ ഫോൺ എടുക്കാൻ ഇത്ര താമസം? ലേറ്റ് ആയോ? ഏയ്, എങ്കിൽ എനിക്ക് ചുമ്മാ തോന്നിയതായിരിക്കും.
നിലീനയുടെ ശബ്ദം കേൾക്കാനുള്ള കൊതിയുണ്ടേ. ആ പിന്നെ ഡാഡി വന്നു എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ. ഏ? പേടിക്കണ്ട, ഞാൻ പോയില്ല, ഡാഡി തിരിച്ചു പോയി. എന്തേ പോകാഞ്ഞത്? എങ്ങനെയാ പോവാ? ഒരു ചിത്രകാരൻ ചായം പൂശി എന്നെ വീഴ്ത്തിക്കളഞ്ഞില്ലേ? അറ്റ്ലീസ്റ്റ് ഫാദർ ലോയെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരായിരുന്നു. ഓ, അവിടം വരെ പോയോ? വേണ്ട കേട്ടോ. ആ, എന്തിനാ വിളിച്ചേ? വൈകുന്നേരം നമ്മൾ ഒന്നും ചെയ്തെങ്കിലും റെസ്റ്റോറന്റിൽ പോകുന്നു. എന്താ? നീ എങ്ങോട്ടാ? നീ അങ്ങോട്ടാ? ഞാൻ റെസ്റ്റോറന്റിലോട്ട്. ഞാനും അങ്ങോട്ട് തന്നെ. നിലീനെ എന്നോടൊപ്പം ഉണ്ട്. അതിനെന്താ? നിനക്ക് അവളെ ഇഷ്ടമല്ലല്ലോ. എന്തോ റെസ്റ്റോറന്റിൽ പോകുമ്പോ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. ഓത്തിന് ഞണ്ണാൻ കിട്ടപ്പം കൂടെ ആയിരുന്നാൽ എന്താ ഇല്ലേ? ആ, അതെ ഒരു കാര്യം. അമ്മായിയപ്പനെന്നോ മരുമോനെന്നൊക്കെ ഫോണിൽ വെച്ച് കാച്ചെന്ന് കേട്ടു. അവളെ കല്യാണം കഴിക്കാനാണ് നിന്റെ പരിപാടിയെങ്കിൽ ഞാൻ ഷിക്കാഗോയിലേക്ക് എഴുതും. നീ എഴുതൂ. അയ്യ, മണ്ടത്തരം പറയാതെ. ഇപ്പോഴെഴുതുന്ന കാര്യമല്ല, റെസ്റ്റോറന്റിൽ പോകുമ്പോ ആരെങ്കിലും എഴുതുവോ? നീ നടന്നേ. ഏത് റെസ്റ്റോറന്റിലേക്കാ? ലേക്ക് വ്യൂ. ഓ, അവിടെ ഒരു സുഖമില്ല. കൈനടി പോവാം. എനിക്ക് അവിടെ ഇഷ്ടമല്ല. എലൈറ്റ് ആണോ? വേണ്ട. എലൈറ്റിന് എന്താ കുഴപ്പം? കൈനടിക്ക് എന്താ കുഴപ്പം? തർക്കം വേണ്ട. ആദ്യം ലേക്ക് വ്യൂ, പിന്നെ ലേക്ക്, അത് കഴിഞ്ഞ് കൈനാടി. അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം പിന്നീട് എങ്ങോട്ട് പോകണു. ആ, പെണ്ണെടുത്തിരുന്നപ്പോ ഡ്രൈവിംഗ് മറന്നു. എന്താണ്? എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. നീ ഒന്ന് ഇറങ്ങി തള്ളിക്കേ. തള്ളാനോ? ആ, ഞാൻ ഒറ്റയ്ക്കോ? പിന്നല്ലാതെ. ഇറങ്ങ്. എന്തൊരു കഷ്ടമായി പോയി നോക്കിക്കേ. നല്ലപോലെ തള്ളടാ. നല്ലപോലെ പിന്നെ ചീത്തയായിട്ടാ തള്ളുന്ന. നീ തള്ളിക്കോ, തള്ളിക്കോ, തള്ളിക്കോ. ആദ്യം ബ്രേക്ക് ഇട്ടാ മതി. തള്ളുന്നുണ്ട്. ആ, തള്ളുന്നുണ്ട്. അയ്യോ, എന്തുപോലെ കാണിക്കുന്നത്? രണ്ടുപേർക്ക് ബട്ടൂര ചില്ലി ചിക്കൻ. ഓക്കെ? നോനോ, എനിക്ക് ചപ്പാത്തി വെജിറ്റബിൾ കറി. ചപ്പാത്തി വെജിറ്റബിൾ കറി എനിക്ക് വേണ്ട. എനിക്ക് വേണം. ഓക്കെ, അവിടെ ചപ്പാത്തി വെജിറ്റബിൾ കറി, എനിക്ക് ബട്ടൂര ചില്ലി ചിക്കൻ. കുടിക്കാൻ കുടിക്കാൻ 2 സേമിയ പായസം. സേമിയ പായസോ? ആ, അയ്യേ, ആർക്ക് വേണം? എനിക്ക് ഫ്രഷ് ലെമൺ മതി. എനിക്ക് സേമിയ പായസം വേണം. ഇവിടെ ഫ്രഷ് ലെമൺ, എനിക്ക് സേമിയ പായസം. ശരി. സേമിയ പായസോ? ഇത് വലിയ പ്രശ്നമാകും. എന്താ? അല്ല, രണ്ടുപേർക്കും 2 അടുക്കള വേണ്ടി വരുമെന്ന് പറയായിരുന്നു. നമുക്കൊരു കോംപ്രമൈസിന് ശ്രമിച്ചാലോ? കോംപ്രമൈസോ? ആ, ഈ ഫാമിലി ലൈഫില് കോംപ്രമൈസ് ആവശ്യമാണെന്നാണല്ലോ. എന്റെ ബട്ടൂര ഞാൻ പിൻവലിച്ച് ചപ്പാത്തി ആക്കുന്നു. പകരം നിലീനയുടെ വെജിറ്റബിൾ കറി പിൻവലിച്ച് ചില്ലി ചിക്കൻ ആക്കുന്നു. ഇഷ്ടാണെന്ന് വിചാരിച്ച് എന്റെ ടേസ്റ്റ് ഒന്ന് സറണ്ടർ ചെയ്യാൻ എനിക്ക് പറ്റില്ല. എന്നാ എനിക്കും പറ്റത്തില്ല. എന്നാ മിണ്ടാതിരി. നീ മിണ്ടാതിരി. നീയും. സ്റ്റോപ്പ് പ്ലീസ്. ലിഫ്റ്റ് നിർത്ത്. സ്റ്റോപ്പ് പ്ലീസ്. ബ്ലഡി ഇന്ത്യൻസ് ഒരുത്തനും നിർത്തുന്നില്ല. അവരിപ്പോ ഓർഡർ ചെയ്ത് തീറ്റ തുടങ്ങി കാണും. സ്റ്റോപ്പ് പ്ലീസ്. അയ്യോ, കൊല്ലാൻ പോണു. ഹലോ. ഹായ്, ലീമയോ? ഹലോ. എന്താ ഇവിടെ? ലീമ ഈ വഴി വരുമെന്ന് എനിക്കറിഞ്ഞുകൂടെ? ഓഹോ, അതുകൊള്ളാമല്ലോ. ലീമയെ ആദ്യം കണ്ട നിമിഷം മുതൽ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. കളറായിരുന്നു? ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നശിപ്പിച്ചല്ലോ. അതൊക്കെ പോട്ടെ, ഇപ്പൊ എങ്ങോട്ടാ? ലീമയ്ക്ക് അങ്ങോട്ട് പോകാനാണ് ഇഷ്ടം, അങ്ങോട്ട് പോകാനാണ് എന്റെ ഇഷ്ടം. വരൂ, കയറിക്കോളൂ. താങ്ക് യു. ഇവിടെയല്ല, ബാക്കില്. ഓ, കറക്റ്റ് കറക്റ്റ്. ബില്ല് ഞാൻ പേ ചെയ്യാം. ഞാൻ പേ ചെയ്യാം. ക്ഷണിച്ചത് ഞാനാണ്, അതുകൊണ്ടാ ഞാൻ വന്നത്. അപ്പൊ ഞാൻ പേ ചെയ്യാം. ഈ ബില്ല് എനിക്ക് പേ ചെയ്യണം. അടുത്തത് പേ ചെയ്തോ? ഈ ബില്ല് ഞാൻ പേ ചെയ്യും. ഞാൻ പേ ചെയ്യും. തമാശക്കാരാ, ഇവന്റെ ചില നേരത്തെ പ്രവൃത്തികൾ കാണുമ്പോഴേ ചിരി ചിരി ചിരിച്ചും മണ്ടപ്പും. അതല്ലേ ഞാനിവനെ വിടാതെ പിന്നാലെ കൂടിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾ തമ്മിലുള്ള ബില്ലിന്റെ പ്രശ്നം അത് ഞാൻ സോൾവ് ചെയ്യാം. വഴിയുണ്ടെന്നേ. കമാൺ. ആ, 2 ഫ്രൈഡ് റൈസ്, 3 നൂഡിൽസ്, 4 ചില്ലി ചിക്കൻ, 10 ചപ്പാത്തി. ആ, എല്ലാ ബില്ലും കൂടി ഒരുമിച്ച് എഴുതിക്കോളൂ.
ഇനി ആരാന്ന് വെച്ചാൽ ബില്ല് പേ ചെയ്തോളൂ. പ്രശ്നം തീർന്നില്ലേ? അയ്യോ, ഐസ്ക്രീം പറയാൻ മറന്നുപോയി. വേറെ ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം വിത്ത് കരാമൽ കസ്റ്റാർഡ് വിത്ത് ട്രിപ്പിൾ പുഡിംഗ്. അവര് പോയി സർ. പോയല്ലേ? എനിക്ക് വയറ്റിന് നല്ല സുഖമില്ല, ഒരു ചായ മാത്രം മതി. സാർ ബില്ല് ബില്ല് നെല്ല് ചെല്ലേ. ബാലൻസ് ബാലൻസ് നിങ്ങൾ എടുത്തോളൂ. ടിപ്പ് 22 രൂപ ഇങ്ങോട്ട് വരണം. 22 രൂപ അങ്ങോട്ട് വരണോ? ആ അയ്യേ. വരട്ടെ. നിലീന, ആ ഓ താങ്ക് യു. അങ്ങനെ അങ്ങ് കൊണ്ടുപോയാലോ? പിന്നെന്ത് വേണം? എന്ത് വേണമെന്ന് ചോദിച്ചാ ഇനി വന്ന് എന്ത് വേണം? ഇനി വന്നേ, ആ? അടുത്ത് വാ. ഉം. നിലീന പ്ലീസ്. ആ കടവായിട്ട് വന്നാ മതി, വൈകുന്നേരം തിരിച്ചു വന്നേക്കാം. ഈ കവള് ഫ്രീ ആയിരിക്കും, എവിടെ നോക്കും. ആ താങ്ക് യു. ബൈ. ബൈ. നിനക്കിത് എന്തിന്റെ നിങ്ങളിപ്പ രാവിലെ ജിംനേഷ്യത്തിൽ പോകുന്നുണ്ട്, അതിനിടെ കൂടെ ഓട്ടോ വെടിയും വെക്കണം ഇഷ്ടമൊന്നും പറയണോ? ഞാൻ നിർബന്ധിച്ചില്ലല്ലോ. അതങ്ങ് പള്ളി പറഞ്ഞാ മതി. അങ്കിളും ആന്റിയും എനിക്ക് സ്റ്റേറ്റിന് ചെലവിന് അയച്ചു തരുന്നത് നിന്നെ ഫോളോ ചെയ്യാനാ. എന്നാ പിന്നെ വാല ഒഴിക്കാൻ കൂടെ വാ. എന്റെ കർത്താവ്, എന്തെല്ലാം പണി ചെയ്യണം. രാവിലെ എഴുതേക്കണം, കാപ്പി ഉണ്ടാക്കണം, മാർക്കറ്റിൽ പോകണം, ഇതെല്ലാം ചെയ്യാം. പക്ഷെ ഓടാൻ മാത്രം ഞാൻ. അമേരിക്ക പോണ്ടേ? അമേരിക്കയിൽ ഓടിയാണോ പോകുന്നത്? ഫ്ലൈറ്റിനല്ലേ? ആ ഞാനില്ല. നീ ജിംനേഷ്യത്തിൽ കാണുമല്ലോ, ആ ഞാൻ വീട്ടിൽ കാണും. ഓ കർത്താവേ. ഹായ്. ഹലോ ഹലോ, ഐ ആം പീറ്റർ. അതിങ്ങനെ ഓർമ്മിപ്പിക്കണോ സാറേ? ഓർമ്മയുണ്ടല്ലേ? പിന്നെ മറക്കാൻ പറ്റുമോ? സ്വപ്നം ഇപ്പോഴും കാണാറുണ്ടല്ലേ? പിന്നെ കണ്ണാടി ഇപ്പോഴും കയ്യിലുണ്ടോ? ആ കണ്ണട ചുമ്മാ തമാശക്ക്. രാവിലെ ഓടാൻ ഇറങ്ങിയതാണോ? അല്ല, വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയതാ. ഈ വയറും കൊണ്ട് എങ്ങനെയാ ഓടുന്നേ? വയറും കൊണ്ടല്ലോ, കാലും കൊണ്ടല്ലേ ഓടുന്നത്. എന്ത് ചെയ്യുന്നു? ഓടുന്നു. അയ്യോ, അതല്ല ചോദിച്ചത്. പിന്നെ ഓ നിങ്ങൾ പറഞ്ഞു വരുന്നു. ഓ എന്റെ പപ്പയും അമ്മയും സ്റ്റേറ്റ്സിലാ. പപ്പ ഒരു ഹോട്ടൽ കോംപ്ലക്സിൽ MD-യാ. ഞാനൊരൊറ്റ മകനാ. പിന്നെ എന്റെ കൂടെ ഒരുവനുണ്ടല്ലോ, കന്നഡ എബി. അവൻ എന്റെ കൂടെ കൂടിയിരിക്കുക, അമേരിക്കയിൽ പോകണമെന്നും പറഞ്ഞു. സംഗതി തീറ്റപ്പണ്ടാരമാണെങ്കിലും അവൻ നല്ലപോലെ കുക്ക് ചെയ്യും, എല്ലാ പണികളും ചെയ്യും. നല്ലൊരു പ്ലെയറാ. എന്ത് പ്ലെയർ? സപ്ലയർ. എനിക്ക് വേണമെങ്കിൽ നാളെ തന്നെ സ്റ്റേറ്റ്സിൽ പോകാം. എന്നിട്ട് എന്താ പോവാത്തത്? പാവം ബേബി, അവന്റെ ജോലി കൂടി ഒന്ന് ശരിയാവട്ടെ എന്ന് കരുതി. അതൊക്കെ പോട്ടെ, ലീമ എന്റെ കൂടെ സ്റ്റേറ്റ്സിൽ വരുന്നോ? ഓ വരാമല്ലോ. ആ പിന്നെ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. സുന്ദരമായ ഒരു സ്വപ്നം. എന്ത് സ്വപ്നം കണ്ടത്? 1000 കുതിരകളെ കൊണ്ട് പൂട്ടിയ ഒരു സ്വർണരഥം. അതിൽ ലോകത്തിന്റെ മുഴുവൻ രാജാവായി ഞാൻ. ഞാൻ മാത്രമല്ല, തൊട്ടരികിൽ എന്റെ പ്രിയപ്പെട്ട റാണിയുമുണ്ട്. ഭൂമിയിലെ ഏറ്റവും വലിയ സുന്ദരിയാണ് അവൾ. അവളുടെ കരിനീല കണ്ണുകളിലേക്ക് നോക്കിയിരിക്കാൻ എന്തു രസമാണെന്നോ. എന്റെ കണ്ണിലേക്ക് നോക്കിയിരിക്കും പോലെ അല്ലേ? നിന്റെ കരിനീല കണ്ണല്ലല്ലോ, ഇത് വേറെ, ഇത് ഭയങ്കരം. മതി, എനിക്ക് കേൾക്കണ്ട. ഇത് മുഴുവൻ കേൾക്ക്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? കണ്ട പെണ്ണുങ്ങളൊക്കെ സ്വപ്നം കണ്ട കാര്യം എന്തിനാ എന്നോട് പറയുന്നേ? ചേടാ, സ്വപ്നം കാണുമ്പോ ഇന്നയാളെ തന്നെ കാണണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റൂ? എനിക്ക് എന്നോട് ഇഷ്ടമല്ല. എന്നിട്ടാ മുഴുവൻ പറയുന്ന കേൾക്ക്. സൂക്ഷിച്ചു നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് അവളുടെ കയ്യില് വെഞ്ചാമരം. വെഞ്ചാമരോ? അത് വെറും തോഴിയായിരുന്നു. തോഴി ഇത്രക്ക് സുന്ദരിയായപ്പം റാണി എത്ര സുന്ദരിയായിരുന്നു. അപ്പോഴതാ വരുന്നു റാണി. സ്വർണ്ണ പരവതാനിയിലൂടെ നടന്ന് നടന്ന് സ്വർണ്ണ ഉടയാടകൾ, സ്വർണ്ണ തലമുടി, സ്വർണ്ണ ചെരുപ്പ്. റാണി മെല്ലെ പുഞ്ചിരിച്ചു. സ്വർണ്ണ പല്ല്. ആ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോ അത് നീയായിരുന്നു. ഈ നീലി. എന്റെ സ്വപ്നങ്ങളിലെന്നും നീലി മാത്രമേ ഉള്ളൂ. Stop it.
ഹലോ ഹലോ. മിസ് രവി അല്ലേ? അതെ. ഞാൻ ഡാനിയൽ ഡിസൂസ, വയലിൻ ട്യൂട്ടർ. വെറുതെ ഒന്ന് പരിചയപ്പെട്ടിരിക്കാന്ന് വിചാരിച്ചു. ആ പിന്നെ ഒരു ഇമ്പോർട്ടന്റ് മാറ്റർ സംസാരിക്കാനുണ്ടായിരുന്നു. വിരോധമില്ലെങ്കിൽ നമുക്കൊന്ന് നടക്കാം. എന്താ? ഓക്കെ. എബി ഇവിടെ വന്നിട്ട് അധിക നാളായില്ല അല്ലേ? ഒരു 3-4 മാസമായി. ഞാൻ ഇവിടെ വന്നിട്ട് 2 വർഷം കഴിഞ്ഞു. സ്ഥാപനം തുടങ്ങിയിട്ട് 1 വർഷം. നിലീനെ അറിയും അല്ലേ? അറിയും. ഷീസ് മൈ സ്റ്റുഡന്റ്. എന്റെ വയലിൻ ക്ലാസ്സിലെ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള കുട്ടിയാണ് അവൾ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ? ഐ മീൻ ലവ് അഫെയർ? എന്തിനാ അതൊക്കെ അറിഞ്ഞിട്ട്? അല്ല, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിലും അതിനൊരു 3-4 മാസ പഴക്കമല്ലേ കാണൂ. തുടക്കത്തിലേ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുക. ഞങ്ങളുടെ വഴി നേബി ഒന്ന് ഇതൊരു റിക്വസ്റ്റ് ആയിട്ട് കരുതിയാ മതി. നിങ്ങളവളെ വിവാഹമൊന്നും കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല, പക്ഷെ ഞാൻ തെളിച്ചങ്ങ് പറയാം. നിലീന എന്റെ സ്റ്റുഡന്റ് മാത്രമല്ല, എന്റെ എല്ലാമാണ്. ഞങ്ങൾ പലപ്പോഴും തനിച്ച് കണ്ടുമുട്ടാറുണ്ട്. ഈ കഴിഞ്ഞ ഞായറാഴ്ച പോലും എന്റെ സ്ഥാപനത്തിൽ ഞങ്ങൾ ഒത്തുചേർന്നു. നിലീന എന്റെ അറിയപ്പെടാത്ത ഭാര്യയാണ്. താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന കാമുകിയെ കുറിച്ച് അറിയുമ്പോ ഏതൊരു ചെറുപ്പക്കാരനും ഉണ്ടാകാവുന്ന വികാരം അതെനിക്ക് മനസ്സിലാവും. ഐ കൻ അണ്ടർസ്റ്റാൻഡ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. പോട്ടെ. യെസ്, പീറ്റർ ഹിയർ. നിനക്കാ ആ പെണ്ണ്? ഞാനിവിടെ ഇല്ലെന്ന് പറ. എബി ഇവിടെ ഇല്ല കേട്ടോ. എവിടെ പോയി? ഇവിടെ കിടപ്പുണ്ട്. ഞാൻ അറിയാതെ. ഇതെന്താ എബി? ഞാൻ വിളിച്ചപ്പോഴൊന്നും എബി ഫോൺ എടുത്തില്ല. എന്താ ഇങ്ങനെ? ഇന്ന് വയലിൻ ക്ലാസ്സിൽ പോയില്ലേ? പോയി. ഇപ്പൊ ഞാൻ അവിടുന്ന് വരുന്നേ. ഒരാഴ്ചയിൽ എത്ര ദിവസം ഉണ്ട് ക്ലാസ്? ശനിയും ഞായറും ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഉണ്ട്. അപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച അവിടെ പോയിരുന്ന എന്തിനാ? അത് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. സ്പെഷ്യൽ ക്ലാസ്? യഹൂദി മെങ്കൂൻ വന്നിരുന്നോ ക്ലാസ് എടുക്കാൻ? അതോ ലാൽഗുഡിയോ? ഡാനിയലും നീയും തനിച്ചുള്ള ഒരു സ്പെഷ്യൽ ക്ലാസ് അല്ലായിരുന്നോടി അവിടെ? എന്റെ എബി ഇത്ര ചീപ്പാകരുത്. നിന്റെ എബിയോ? അപ്പൊ ഡാനിയൽ നിന്റെ ആരാ? എന്റെ വയലിൻ ട്യൂട്ടർ. എങ്കിൽ ഞായറാഴ്ച അവിടെ എന്താണ് സംഭവിച്ചത്? ഒളിക്കണ്ട. ഡാനിയൽ എന്നെ കണ്ടു. അയാൾ എല്ലാം എന്നോട് പറഞ്ഞു. നീ അയാളുടെ അറിയപ്പെടാത്ത ഭാര്യയാണെന്ന്. ശരിയാ, ഇനി ഞാൻ നിങ്ങളുടെ ആരുമല്ല. നിലീന ഡാനിയലിന്റെ ഭാര്യയല്ലേ? നിങ്ങളുടെ ആരുമല്ല, ആരുമല്ല. ഇയാളോട് ചോദിച്ചു നോക്ക്, ഞായറാഴ്ച വയലിൻ ക്ലാസ്സിൽ എന്താ ഉണ്ടായതെന്ന്. ഇനി നിന്നെ കാണാൻ നിലീന വരില്ല, ഒരിക്കലും വരില്ല, ഒരിക്കലും. കണ്ണേ കൊള്ളേണ്ടത് പുരികത്തെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരു ബാധ ഒഴിഞ്ഞു കിട്ടി. ഓ ഓ. ഞായറാഴ്ച എന്താ സംഭവിച്ചത്? ഞായറാഴ്ച എന്ത് സംഭവിച്ചു? ഞായറാഴ്ച എന്താ സംഭവിച്ചെന്ന് പറയാൻ നീ പറയില്ലല്ലേ? എന്നെ ഒന്നും ചെയ്യരുത്, ഞാനെല്ലാം പറയാം. ഞാൻ മാർക്കറ്റിൽ നിന്ന് വരുന്ന വഴി നിലീന വയലിൻ ക്ലാസിന്റെ ഗേറ്റ് കടന്നു പോകുന്നുണ്ട്. അവളുടെ പുറകെ നീയും വന്നേക്കുമെന്ന് കരുതിയാ ഞാൻ അവിടെ കയറിയത്. എന്താ മാസ്റ്റർ, സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മറ്റു കുട്ടികളൊന്നും കാണുന്നില്ലല്ലോ? അവരൊക്കെ വരും. അതിനു മുമ്പ്
കുട്ടിക്ക് ഞാനൊരു സ്പെഷ്യൽ ഐറ്റം പഠിപ്പിച്ചു തരാം. എന്താ? ഇനി കുട്ടി ഒന്ന് വായിക്കൂ. അങ്ങനല്ല, ഹോൾഡ് ലൈക്ക് ദിസ്, then slowly. ഇതിനാണല്ലേ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ എന്നെ വരുത്തിയത്. അതിന് വേറെ ആളെ നോക്കണം. ഈ നിലയിനെ കിട്ടില്ല. അതെ, ആരാ ആരാ സംസാരിക്കുന്നേ? ആരെയാ വേണ്ടത്? അതെ, ആ ഇഞ്ചക്ഷൻ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ആ അതെ, ശരി, ഓക്കെ. നിലീന, എന്താ അങ്കിൾ? വാട്ട്സ് റോങ് വിത്ത് യു? രണ്ടു മൂന്ന് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, കുട്ടി മൂഡ് ഓഫ് ആണ്. നീ ഇപ്പൊ വയലിൻ ക്ലാസ്സിൽ പോകാറില്ലേ? നല്ല സുഖമില്ല അങ്കിൾ. എന്നിട്ട് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? ഞാനും അത് തന്നെ ചോദിക്കാണ്ടിരുന്നതാ. കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട്, നമ്മളോട് പറയാത്തതാ. എന്താ മോളെ, ഞങ്ങളൊക്കെ അന്യരാണോ? അത് ഇല്ല, ഒരു ചെറിയ തലവേദന. സാരമില്ല. സാരമില്ലേ? സാരമില്ലെന്ന് കുട്ടിയെ തീരുമാനിക്കാം. മരുന്ന് കൊടുത്ത് ഉമ്മ ഞാൻ ഇങ്ങോട്ടേക്കാം. പുറത്തോടെ ഇങ്ങനെ ഇരിക്കണ്ട. ഗോ ആൻഡ് ടേക്ക് റെസ്റ്റ്. വെണ്ണില
വെണ്ണിലാവിന്റെ വർണ്ണനാളങ്ങൾ മെയ്യിലൊഴിയുന്നു. കുഞ്ഞു പൂവിന്റെ കുതുകമോലൊന്നൊരുള്ളു കുളിരുന്നുവോ. വെണ്ണിലാവിന്റെ വർണ്ണനാളങ്ങൾ മെയ്യിലൊഴിയുന്നു. കുഞ്ഞു പൂവിന്റെ കുതുകമോലൊന്നൊരുള്ളു കുളിരുന്നുവോ. ഇടനെഞ്ചുരുങ്ങുന്നുവോ. ശ്രുതി ചേർന്നിണങ്ങുന്നുവോ. വെണ്ണിലാവിന്റെ വർണ്ണനാളങ്ങൾ മെയ്യിലൊഴിയുന്നു. കുഞ്ഞു പൂവിന്റെ കുതുകമോലൊന്നൊരുള്ളു കുളിരുന്നുവോ. ഇതളായി വിതിർന്നാടും കനവിന്റെ വല്ലകിയിൽ ഇനിയും വിരൽ കോർക്കും നവരാഗ പല്ലവിയിൽ നിറയും നിന്റെ നാദമധുരം കേട്ടുറങ്ങിയോ സിന്ദൂരതീരം. വെണ്ണിലാവിന്റെ വർണ്ണനാളങ്ങൾ മെയ്യിലൊഴിയുന്നുവോ. കുഞ്ഞു പൂവിന്റെ കുതുകമോലൊന്നൊരുള്ളു കുളിരുന്നുവോ. തെളിനീർത്തടം തേടും ഇളമാം കിടാവുകളെ പനിനീർ കുളിർവിരിയിൽ പകലിന്റെ ചില്ലൊളിയിൽ വെറുതെ വേനൽ പോയ വഴിയേ പേരിറങ്ങുവാൻ പൂമഞ്ഞു തീരാൻ. വെണ്ണിലാവിന്റെ വർണ്ണനാളങ്ങൾ മെയ്യിലൊഴിയുന്നുവോ. കുഞ്ഞു പൂവിന്റെ കുതുകമോലൊന്നൊരുള്ളു കുളിരുന്നു. ലീന നിന്റെ ആരെന്നാ പറഞ്ഞത്? അറിയപ്പെടാത്ത ഭാര്യ. മേലിൽ അവളെ കുറിച്ച് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞ അടിച്ചിന്റെ പല്ലിയാൻ തെറിപ്പിക്കും.
വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് പോക്കറ്റിലിട്ടു എന്ന് പറഞ്ഞ പോലെയായി. പോക്കറ്റിലല്ലടാ. ആ, എനിക്ക് അത്രേ വിവരമുള്ളൂ. നീ വിഷയം മാറ്റല്ലേ. ഈ പോക്ക് പോയാ നീ ഇടി കൊടുത്തും വാങ്ങിയും ഇവിടെ കൊണ്ട് അവസാനിക്കും. എന്റെ അമേരിക്ക. എന്നു മുതലാ സാറിന്റെ അമേരിക്ക ആയത്? കളിയാക്കണ്ട. ഇതിനെല്ലാം ഞാൻ എണ്ണി നിന്നെ കൊണ്ട് കണക്ക് പറയിക്കും. വരുന്നുണ്ട് കൈ നെറ്റിക്ക് ഹോണ്ട. അടുത്ത അടി കൊള്ളാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കോ. എനിക്ക് അവളെ കാണുന്ന തന്നെ കലിയ. അവളുടെ ഒരു ഇളക്കവും മറിച്ചിലും മുഖോടച്ച് ഒരറ്റ അടി കൊടുക്കാനോ തോന്നുന്നത്. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇന്നു മുതൽ അവളുമായിട്ടുള്ള സകല ബന്ധങ്ങളും അവസാനിപ്പിച്ചോളണം. ഭാവിയിലെ 2 അമേരിക്കൻ പൗരന്മാരാ, അത് നീ മറക്കരുത്. എന്തിനാ അയാളുമായി വഴക്കുണ്ടാക്കാൻ പോയത്? അയാൾക്ക് വട്ടാണെന്ന് അറിഞ്ഞൂടെ? അതിനിവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇതിവിടെ ഡെയിലി ഉള്ള പരിപാടിയാ, ബോഡി മസാജ്. ഇവനിവിടെ 3 നേരവും ചുമ്മാ ചാപ്പാടിച്ച് നടക്കുന്നല്ലേ, എന്തെങ്കിലും വ്യായാമം വേണ്ടേ? ആ മസാജ് തുടർന്നുള്ളൂ. ഒന്ന് പോരാ. ഇനി ഇതുമാതിരി പോക്കെടുത്തരവായി നടന്ന പിന്നെ ഞാനുണ്ടാവില്ല എബിയുടെ കൂടെ. എന്താ ആ തുണി ഭയങ്കര റഫ്. തുണി മാറ്റ്. കൈവച്ചൊന്ന് തിരുമ്മി നോക്കിയേ, ചിലപ്പോ ശരിയാവും. ഞാൻ പറഞ്ഞില്ലേ ശരിയാവുമെന്ന്. ഒന്നുകൂടെ അമർത്ത്. ഇപ്പൊ കൊള്ളാം. അത്രയ്ക്കൊന്നുമില്ല, കൂടുതൽ അഭിനയിക്കണ്ട. ഇത്ര അമർത്തിയാ മതി. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, എന്താ? ലോകത്തുള്ള വലിയ വലിയ കുസ്തിക്കാരന്മാരെയൊക്കെ വിളിച്ചോണ്ട് വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടി കൊണ്ട് കിടന്നാ കൊള്ളാവുന്നു. അയ്യോ, അതെന്തിനാ? അല്ല പിന്നെ അമൃതിനേക്കാൾ വീര്യമുള്ള നിലീനയുടെ കൈകൾ കൊണ്ട് ഇങ്ങനെ മൃതസഞ്ജീവനി പോലെ ഇങ്ങനെ. മതി മതി. ഞാൻ വിവാഹം കഴിച്ചു പോകുന്നതിൽ അങ്കിളിന് വല്ല വിഷമമുണ്ടോ? ഡാഡി എനിക്കൊരു പ്രപ്പോസൽ കൊണ്ടുവന്നിട്ട് അങ്കിൾ എന്താ എന്നോട് പറയാതിരുന്നേ? എന്താ ഒന്നും മിണ്ടാത്തെ? എനിക്ക് വിവാഹം കഴിക്കാനുള്ള പ്രായമായില്ലേ? അതോ ഈ പയ്യൻ അങ്കിളിന് ഇഷ്ടായില്ലേ? അതൊന്നുമല്ല, തിരക്കടെ മറന്ന. എന്നാ ഈ ആലോചന പ്രൊസീഡ് ചെയ്യണ്ട. എനിക്കിഷ്ടല്ല, അതുകൊണ്ടാ. ഇങ്ങനൊരു ലെറ്ററും ഫോട്ടോയും വന്നിട്ട് എബിയെ ഞാൻ അറിയിച്ചില്ലെന്ന പരാതി വേണ്ട. അപ്പോ വളരെ സീരിയസ് ആയിട്ട് ആലോചനകൾ നടക്കുന്നുണ്ടല്ലേ? ബിസിനസ് കാര്യങ്ങൾ മാത്രമേ ഡാഡിയുടെ മനസ്സിലുള്ളൂ എന്നാ ഞാനും ഇതുവരെ കരുതിയിരുന്നേ. എന്തിനാ കീറുന്നത്? നിന്റെ ഡാഡിയെ ഒന്ന് കാണണം. വിവാഹക്കാരി സംസാരിക്കാനാണോ? അതെ, നിന്റെ പേരുമായി ബന്ധപ്പെടുത്തി മറ്റൊരാളുടെ പേര് ആലോചിക്കുന്ന പോലും എനിക്കിഷ്ടമല്ല. എന്നാലേ സാറ് വലിയ പാട്ടുകാരനാണ്, ചിത്രകാരനാണ് എന്നൊന്നും പറയണ്ട. കളിയാക്കുവാണോ? എബിയുടെ എടുത്തുചാട്ടം കൊണ്ട് നെഗറ്റീവ് ഡെസിഷനാണ് ഡാഡിയിൽ നിന്നുണ്ടാകുന്നതെങ്കിൽ എനിക്ക് നഷ്ടപ്പെടുന്നത് എന്റെ എബി ആയിരിക്കും. നിന്നെപ്പോലൊരു തന്റേടി പെണ്ണിനെ വളച്ചെടുക്കാമെങ്കിൽ നിന്റെ തന്തപ്പടിയെ പാട്ടിലാക്കാനും എബിക്കറിയാം. ഞാൻ ഏറ്റെന്നേ. കാര്യം അവിടം വരെ എത്തിയോ? എന്റെ അമേരിക്കൻ പ്രോഗ്രാം കുളമാകുമോ? ഇതാണോ കൺസൈൻമെന്റ് ഫയൽ? പർച്ചേസ് ഫയലല്ലേ സാർ ചോദിച്ചത്? ആരോട്? നിങ്ങളോട് ഞാൻ അങ്ങനെ ചോദിച്ചോ? കൺസൈൻമെന്റ് ഫയൽ ഇപ്പൊ കൊണ്ടുവരാം സാർ. ഇവിടെ ഇങ്ങനെ നിന്ന് ഫയൽ പറഞ്ഞു വരുമോ? ഗംഗാധര മേനോൻ സാർ അകത്തുണ്ട്. ഫയൽ ഇവിടെ വെച്ചിട്ട് സെനയോട് വരാൻ പറയും. ഐ ആം എബി. സോറി, ഞാൻ സ്റ്റാഫാണ്. തിരിച്ചു ഇരിക്കൂ. താങ്ക്സ്. ഞാൻ എബി. അത് പറഞ്ഞല്ലോ. എവിടെ നിന്ന് വരുന്നു? എന്ത് വേണം? നിലീന. നിലീന? നിലീനെ ഞാൻ അറിയും. എങ്ങനെ? ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണ്, സ്നേഹമാണ്. കുറച്ചു നേരത്തേക്ക് ആരെയും കൊണ്ട് കടത്തി വിടണ്ട. ശരി സാർ.
എന്ത് ചെയ്യുന്നു? പെയിന്ററാണ്, ചിത്രകാരൻ. നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഞാൻ. പേരൻസ് ഒക്കെ അമേരിക്കയിലാണല്ലേ? നിലീനയും നിങ്ങളും തമ്മിൽ പ്രേമമാണെന്ന് പറയാനാണോ വന്നത്? അത് എനിക്ക് അവളെ വിവാഹം ചെയ്യണം. നിലീനയുടെ കത്തുണ്ടായിരുന്നു. അതിലവൾ എല്ലാം വിശദമായി എഴുതിയിരുന്നു. വിവാഹത്തിന് സമ്മതമല്ലെങ്കിലും എവി വരുമ്പോൾ റാഷായി പെരുമാറരുതെന്ന് അതിലവൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു. ഞാൻ റാഷായില്ലല്ലോ. ഏയ് ഇല്ല. ഇന്ന് തന്നെ ഒരു തീരുമാനവുമായി മടങ്ങാം എന്ന പ്രതീക്ഷയോടാണോ എവി വന്നത്? അല്ല. എനിക്കൊന്ന് ആലോചിക്കണം. തീരുമാനം ഞാൻ ഡോക്ടർ സച്ചിദാനന്ദനെ അറിയിക്കാം. ടേക്ക് യുവർ ഓൺ ടൈം. പക്ഷേ മറുപടി യെസ് ആയാലും നോ ആയാലും നീലിയെ ഞാൻ വിവാഹം കഴിക്കും. എത്തിയോ? യാത്രയൊക്കെ സുഖമായിരുന്നോ? ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ് ആന്റി. ഗുഡ് മോർണിംഗ്. അങ്കിൾ വല്ലാതെ പൊക്കം വെച്ചു. വെട്ടിയൊക്കെ ഇറക്കണ്ടേ? പൊട്ടിക്കാതെ നോക്കണേ. അതൊക്കെ ഞാൻ ഏറ്റു ആന്റി. അയ്യോ, കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ വിളിച്ചറിയിച്ചു എന്ന് പറഞ്ഞ ഹെവി എന്നെ കൊല്ലും. ഡാഡി മമ്മി എന്താ ഒരറിയിപ്പും ഇല്ലാതെ? അറിയേണ്ടത് അറിഞ്ഞു. ഒരു പ്രതീക്ഷയില്ലാതെ പെട്ടെന്ന് ഇങ്ങനെ കയറി വന്ന അല്ലേ ആന്റി? നീ വിളിച്ചു പറഞ്ഞല്ലേ? പിന്നെ ഡാഡി പറഞ്ഞതോ? അതുമല്ല, റോങ് കോൾ ചെയ്യുന്നതായിരിക്കും. നീ ഈ കല്യാണം കലക്കുമല്ലേ? ഈ കല്യാണം ഞാൻ കലക്കും. ഭാവിയിലെ 2 അമേരിക്കൻ പൗരന്മാരെ നിൽക്കുന്നത്. ഈ കല്യാണം നടന്നാൽ എല്ലാം കുളവും. ഈ കല്യാണം ഞാൻ മുടക്കും. ഇത് വെറും സാമ്പിള്. ബാക്കി ഞാൻ തിരിച്ചു വന്നിട്ട്. ഈ സാമ്പിളൊക്കെ 3 ലാർജ് അടിച്ച് ഞാൻ തിരിച്ചു വന്നൊരടിയുണ്ട്. അതാണ് ശരിക്കുള്ളടി. ഒന്നക്കരെ എത്താൻ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കണം. ഓക്കെ. പപ്പയോടും മമ്മിയോടും ആലോചിക്കാതെ തീരുമാനമെടുക്കാറായി അല്ലേ മോനെ? പീറ്റർ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കാര്യങ്ങളെല്ലാം അറിയുന്നു. അല്ലാതെ നിന്റേതായിട്ട് രണ്ടുപേരും ഞങ്ങൾക്ക് എഴുതാറില്ലല്ലോ. പീറ്റർ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ടല്ലോ. അങ്ങനെ മതിയെന്നാണ് നിനക്ക് തോന്നുന്നെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് പറയാനാ? ഇനി പപ്പായും മോനും കൂടി 1-2 പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. നീ അവളെ ഒന്ന് വിളിച്ചേ. എന്തിനാ? പെണ്ണിന് ഞങ്ങളും കൂടെ ഒന്ന് കാണട്ടടാ മോനെ. നീ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കുന്നതിനോട് ഞങ്ങൾ യോജിക്കില്ലെന്ന് നീ കരുതിയോ? അതാണോ ഞങ്ങളെ വിവരം അറിയിക്കായിരുന്നത്? നിനക്കൊരു കുടുംബ ബന്ധം ഉണ്ടാക്കി തരേണ്ട കടമ ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങളുടെ അവകാശം കൂടിയാണ്. അത് നീ കണക്കിലെടുത്തില്ല. സോറി ഡാഡി. മോളിങ് അടുത്തവാ. മോളുടെ പേരെന്താ? നിലീന. ഏതിനാ പഠിക്കുന്നത്? BSc ഫസ്റ്റ് ഇയർ കെമിസ്ട്രി. മോള് വേണം ഇനി ഇവന് മര്യാദ പഠിപ്പിക്കാൻ. പടം വരയ്ക്കാനെന്ന് പറഞ്ഞ് നാടേറ്റാൻ പോവും. അപ്പൊ ഞാനും അങ്ങ് കൂടെ പോയാ പോലെ. പീറ്ററെ, അങ്കിളിന് അധിക ദിവസം ഇവിടെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവരുടെ വിവാഹത്തിനുള്ള ഏർപ്പാട് എത്രയും വേഗം ചെയ്യണം. അത് തന്നെ ഞാനും ആലോചിച്ചുകൊണ്ട് വരികയായിരുന്നു ആന്റി. ഈ വിളിക്കേണ്ടവരുടെ ലിസ്റ്റുകളൊക്കെ ഞാൻ ഇപ്പൊ തന്നെ ഫോളോ ആക്കി തരാം. അല്ല, ശരിയാക്കി തരാം. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞില്ലേ ആന്റിക്കും അങ്കിളിനും ഒബ്ജക്ഷൻ ഉണ്ടാവില്ലെന്ന്. ഇപ്പൊ എന്തായി? ബെറ്റ് വെച്ച കാശിതാ. ഡോക്ടർ സച്ചിദാനന്ദനെ ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് കാണാം. ഹായ് അങ്കിൾ. അങ്കിൾ എന്താ അങ്കിൾ വല്ലാതെ? പേയിങ് ഗസ്റ്റ് അല്ലേ? പേയിങ് ഗസ്റ്റിന്റെ കാര്യത്തില് വീട്ടുടമസ്ഥന് കാര്യമില്ലല്ലോ. അതുകൊണ്ടായിരിക്കും ഞാൻ അവസാനം അറിഞ്ഞാൽ മതി വെച്ചത്. അയ്യോ സോറി അങ്കിൾ. ഇറ്റ്സ് ഓൾ റൈറ്റ്. അങ്കിൾ എങ്ങനെ അറിഞ്ഞു? എബിയുടെ ഫാദർ ഹോസ്പിറ്റലിൽ വന്നിരുന്നു. എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അങ്കിളുടെ ഒപ്പീനിയൻ എന്താ? എന്റെ ഒപ്പീനിയൻ നിന്റെ ഫാദറിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും എന്നോട് പറഞ്ഞൂടെ അങ്കിൾ? അങ്കിളിന് താല്പര്യമില്ല. But why uncle? What's the reason? താല്പര്യമില്ല, അത്ര തന്നെ. ചേടാ, വിവാഹത്തെ കുറിച്ച് ആലോചിക്കാമെന്നാണല്ലോ ഡോക്ടർ നിന്റെ പപ്പയോട് പറഞ്ഞത്. അതെ, പപ്പയോട് അങ്ങനെയാണല്ലോ പറഞ്ഞത്. അതൊന്നും എനിക്കറിയില്ല. ഡോക്ടർ അങ്കിൾ വല്ലാത്തൊരു മാറ്റം. ഇനിയിപ്പോ എബിയുടെ പപ്പ പറയുമ്പോ വലിയ പ്രോബ്ലം ആവുമല്ലോ. ദൈവത്തെ ഓർത്ത് നീ ഇതൊന്നും പപ്പയോട് പറയരുത്. ഡോക്ടർ അങ്കിൾ പറയുന്നത് പോലെ ഡാഡി കേക്കൂ. ഡോക്ടറെ എതിർക്കാനുള്ള കാരണം എന്താണെന്ന് അറിയണമല്ലോ. ഞാൻ ചോദിക്കാം. നീ എടുത്തിയാടി സംഗതി വഷളാക്കണ്ട. അതിന് വഴിയുണ്ട്. എന്ത്? ഡോക്ടറോട് ഞാൻ ചോദിക്കാം. അങ്ങോട്ടാ? അകത്തോട്ട്. അങ്ങനെ അങ്ങോട്ട് പോയാ മതിയോ? ആത്മഹത്യ ചെയ്യാൻ പോയ എന്നെ പിടിച്ചോണ്ടോന്ന് ഈ സ്റ്റൂളിൽ ഇരുത്തിയ എന്തിനാണെന്ന് അറിയോ? അറിയാം. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ ആസ്പത്രി കണ്ണു കെട്ടാതിരിക്കാൻ.
മ്യൂസിക്കിനെ കുറിച്ചും പെയിന്റിങ്ങിനെ കുറിച്ചും വലിയ വാചകമൊക്കെ അടിക്കുന്ന കേട്ടപ്പോ ഡോക്ടർക്ക് കുറച്ച് വിവരമുണ്ടെന്ന് വിചാരിച്ചത്. ഇപ്പൊ മറിച്ചു തോന്നാൻ ഡോക്ടറുടെ ഡീലിംഗ്സിൽ ഞങ്ങൾക്ക് ഫീലിംഗ്സ് ഉണ്ട്. എല്ലാം മനസ്സിലാവുന്നിട്ട് ചോദിക്കുക, കേവലം ഒരു സുഹൃത്തിന്റെ മകളുടെ വിവാഹത്തിന് എതിരെ നിൽക്കാൻ വാട്ട് ഇസ് ദ മോട്ടിവേഷൻ? എന്തെങ്കിലും അസുഖമുണ്ടോ? ഉണ്ട്, ഇതുവരെ ഇല്ല. എന്നാ നിങ്ങൾക്ക് പോകാം. ഇതെന്റെ കൺസൾട്ടിംഗ് റൂമാ, മാരേജ് ബ്യൂറോ അല്ല. ഇവിടെ ഗൈനക്കോളജി വിഭാഗം ഉണ്ടോ? എന്താ പ്രസവിക്കണോ? പ്രസവിക്കണമെന്നില്ലല്ലോ. പ്രസവ വിഭാഗമുള്ള ഒരു ആശുപത്രിയിൽ വെച്ച് കല്യാണക്കാരെ കുറിച്ച് സംസാരിക്കാമല്ലോ. അടുത്ത ആഴ്ച എബിയുടെ പപ്പയ്ക്കും അമ്മയ്ക്കും മടങ്ങി പോകണം. അതിനുള്ളിൽ ഈ വിവാഹം ഞാൻ നടത്തിയില്ലെങ്കിൽ ഡോക്ടർ എന്നെ രോഗി എന്ന് വിളിച്ചോ. പെറ്റി കിടക്കാൻ വന്നതല്ല ഞാൻ. പുറത്തു പോടോ. അതിന് ചൂടാവുന്നത് എന്തിനാ? പതുക്കെ പറഞ്ഞാ പോരെ. ഡോക്ടർ അങ്കിള് ഒരു കാര്യത്തിനെതിരെ പറയുമ്പോ അതിന് തക്കതായ കാരണം ഉണ്ടാവുന്ന കുട്ടിക്ക് ഊഹിച്ചൂടെ? അതെന്തായാലും എന്നോട് തുറന്നു പറഞ്ഞൂടെ ആന്റി? എന്റെ പ്രയാസം ആന്റി എങ്കിലും മനസ്സിലാക്കണം. ആന്റി അങ്കിളിനോട് പറഞ്ഞു നോക്കാം മോളെ. പാലേ, ഇതിനൊരു ഡിസിഷൻ എടുക്കേണ്ടത് നീയോ ഞാനോ അല്ല, ഇവളുടെ ഡാഡിയാണ്. നിന്റെ ഡാഡി നാളെ വരും, എന്നിട്ട് തീരുമാനം എടുക്കാം. അങ്കിൾ എന്നോട് തുറന്നു പറയൂ, എബിയിൽ എന്തെങ്കിലും പോരായ്മയുണ്ടോ? അവനിൽ എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ? മലകളും തടാകങ്ങളും ഒക്കെ ഉള്ളിടത്ത് ചുറ്റിത്തിരിയുന്ന ഒരു പെയിന്റർ, പേരൻസ് അമേരിക്കയിലാണ്. അതിനപ്പുറം അയാളെ കുറിച്ച് കുട്ടിക്ക് എന്ത് ഡീറ്റെയിൽസ് അറിയാം? അയാളുടെ പാസ്റ്റ് അറിയാവോ? പാസ്റ്റും ഫ്യൂച്ചറും ഒക്കെ നോക്കി ഒരാൾ ഇഷ്ടപ്പെടാൻ ഒക്കുവോ അങ്കിൾ? ഒക്കുവോ? ഇല്ല, പക്ഷെ ഒന്നിച്ചൊരു ലൈഫ് പ്ലാൻ ചെയ്യുമ്പോ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഏത് നിമിഷവും പിടിക്കപ്പെടാവുന്ന ഒരു ക്രിമിനലാണ് എബി എങ്കിലോ? പ്രഥമ ദൃഷ്ട്യാ നിലീന എന്റെ പേയിങ് ഗസ്റ്റ് മാത്രമാണ്. അവളുടെ അച്ഛനെ എനിക്ക് നന്നായിട്ടറിയാം. എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. ആരുടെ ഔദാര്യം സ്വീകരിക്കുന്ന സ്വഭാവക്കാരനല്ല അയാൾ. മോശമല്ലാത്തൊരു തുക നിലീനയുടെ ബോർഡിങ്ങിനും മറ്റുമായിട്ട് മാസാമാസം അയാൾ അയച്ചു തരാറുണ്ട്. ആ തുക അച്ഛനും മോളും അറിയാതെ ആ കുട്ടിയുടെ അക്കൗണ്ടിൽ തന്നെ നിക്ഷേപിക്കുകയാണ് ഞാൻ ചെയ്യാറ്. എന്തുകൊണ്ടാണെന്നറിയാവോ? ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ? നിങ്ങളുടെ വിവാഹ പ്രശ്നത്തിലുള്ള എന്റെ ഇൻവോൾവ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കി തരാൻ. ഒരു മകളുണ്ടായിരുന്നെ ഞാൻ അവളെ എങ്ങനെ ഇഷ്ടപ്പെടുമായിരുന്നു, അതുപോലാണ് എനിക്ക് നിലീന. എന്നോട് വരാൻ പറഞ്ഞത് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഉപദേശിക്കാൻ, റിക്വസ്റ്റ് ചെയ്യാൻ. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അതിന്റെ കാരണം എന്താണെന്ന് കൂടി പറയണം. അതറിഞ്ഞെങ്കിലേ പിന്മാറുമെന്നുണ്ടോ? കാരണം എന്ത് തന്നെയാലും പിന്മാറുന്ന പ്രശ്നമില്ല. ഞങ്ങൾ വിവാഹിതരാകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. വിവാഹത്തിന് ശേഷം ഉണ്ടായേക്കാവുന്ന ഏത് ദുരന്തവും ഏറ്റുവാങ്ങാൻ എബി തയ്യാറാണോ? തയ്യാറാണ്. വരൂ. ഇരിക്കും. തലച്ചോറിലുണ്ടാകുന്ന ഒരുതരം ട്യൂമറുണ്ട്. വളരെ റയറാണത്. പുറമെ സിംറ്റം ഒന്നും കാണിക്കാത്ത ഈ ട്യൂമർ ഇനോപ്പറബിളാ. എന്നുവെച്ചാൽ ഓപ്പറേറ്റ് ചെയ്ത് നീക്കം ചെയ്യാൻ പറ്റില്ല. ശരിയായ പേരോ മരുന്നോ ഇല്ലാത്ത ഈ അസുഖം പിടിപെട്ടാല് രോഗി അധികം കാലം ജീവിച്ചിരിക്കില്ല. നിലീനയ്ക്ക് ഈ അസുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ എബി വിശ്വസിക്കൂ? ഞങ്ങളെ വേർപിരിക്കാൻ വേണ്ടി ഡോക്ടർ കള്ളം പറയുകയാണ്. ഞാനത് വിശ്വസിക്കില്ല. അന്ന് ആക്സിഡന്റ് ആയ ദിവസം നിലീനയുടെ തലച്ചോറിൽ എന്തെങ്കിലും ക്ഷതം സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയാനെടുത്ത സ്കാൻ ഫിലിമാണിത്. ഇതിൽ യാദൃച്ഛികമായി കണ്ടെത്തിയ ഈ സ്പോട്ട് ഞങ്ങളിൽ വലിയ ആശങ്ക ഉണ്ടാക്കി. അതുകൊണ്ട് ഞാനിത് വിദഗ്ധരുടെ ഒപ്പീനിയന് വേണ്ടി അയച്ചു. റിസൾട്ടിന് വേണ്ടി കാത്തിരുന്നപ്പോഴെല്ലാം അതൊരു ടെക്നിക്കൽ എററാകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്റെ പ്രാർത്ഥന ഫലിച്ചില്ല.
മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രോഗിയായി അവളെ ആരെങ്കിലും നോക്കുന്നത് എനിക്ക് താങ്ങാനാവില്ല. അതുകൊണ്ട് ഈ വിവരം അവളെ ഡാഡിയെ പോലും അറിയിക്കേണ്ടെന്ന് തീരുമാനിച്ചു. പക്ഷെ ഈ വിവാഹത്തിന് മേനോന് എതിർപ്പില്ല എന്നറിഞ്ഞപ്പോ എനിക്കൊരു ചെറിയ സൂചന കൊടുക്കേണ്ടി വന്നു. ഇനി അവയ്ക്ക് എന്നെ വിശ്വസിക്കാമെങ്കിൽ ഇതിന് പിന്മാറണം. ഡോക്ടർ, എന്റെ നീലി മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അതെ. അവൾ എത്ര നാൾ നമ്മളോടൊപ്പം ഉണ്ടാവും? കൂടിയാൽ 3 മാസം. വന്നോ? വാ വാ. അപ്പോഴേ ഞാൻ പറഞ്ഞതാ പോണ്ടെന്ന്. വരാൻ താമസിക്കുന്നവര് തുടങ്ങിയതാ. എനിക്ക് വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ കഴിച്ചോളാം. ആ പിന്നെ നിലീനെ 2-3 പ്രാവശ്യം വിളിച്ചിരുന്നു. ഡോക്ടറെ കാണാൻ പോയെന്ന് പറഞ്ഞപ്പോ അവള് വലിയ ടെൻഷനില്ല. വന്ന വേഗം കൊണ്ട് വിളിക്കാൻ പറഞ്ഞു. ഹലോ. എന്താ എബിയുടെ ശബ്ദത്തിനൊരു വല്ലായ്മ? ഒന്നുമില്ല. ഡോക്ടർ അങ്കിൾ എന്തു പറഞ്ഞു? ഡോക്ടർക്ക് സമ്മതമല്ല. റീസൺ പറഞ്ഞോ? എബി എന്താ മിണ്ടാത്തത്? റീസൺ പറഞ്ഞില്ല. അപ്പോ നമ്മൾ തീരുമാനം നീങ്ങാം അല്ലേ? ഫലപ്രദമായ ചികിത്സകളൊന്നുമില്ലെന്ന് ഉറപ്പാണോ? ഇതുവരെ ഇല്ല. നാളെ ഉണ്ടായിക്കൂടുന്നില്ല. കൊടുക്കാവുന്ന മരുന്നുകൾ സൂചന കണ്ടു തുടങ്ങിയപ്പോഴേ വൈറ്റമിൻസ് ആണെന്നും പറഞ്ഞ് ഞാൻ അവളെ കൊണ്ട് കഴിപ്പിക്കുന്നുണ്ട്. വിദേശത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയാലോ? കൊണ്ടുപോകാം എന്നേ ഉള്ളൂ. അതെന്താ? രോഗവിവരം അവളെ അറിയിക്കാൻ അത് ഉപകരിക്കും. One minute. വരൂ. അവൾ എത്ര നാൾ ജീവിച്ചിരിക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്? കൂടിയ 90 ദിവസം. ഒരു ദിവസം മതി, ഒരൊറ്റ ദിവസം. അങ്ങനെ സംഭവിച്ചാൽ പോലും നിലീനെ വിവാഹം കഴിക്കാൻ ഞാൻ ഒരുക്കമാണ്. ഡോക്ടർ ഒരു കാര്യം ചെയ്യണം. അവളുടെ രോഗവിവരം എന്റെ പപ്പയും മമ്മി അറിയിക്കരുത്. എന്റെ നീലിക്കിനി കുറച്ചു ദിവസം കൂടെ ഉള്ളൂ എന്ന് അവളും അറിയരുത്. നാളെ ഞങ്ങളുടെ വിവാഹമാണ്. രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഡോക്ടർ വരണം. ഞങ്ങളെ അനുഗ്രഹിക്കണം. നിൽക്കൂ. അനുനിമിഷം മരിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ മകളെ എന്തിന്റെ പേരിലാണ് നിങ്ങൾ വിവാഹം ചെയ്യാൻ പോകുന്നത്? സഹതാപത്തിന്റെ പേരിലോ? അവളോട് പറഞ്ഞു പോയ വാക്കു പാലിക്കാനോ? അതോ എന്റെ പണം കണ്ടിട്ടോ? നിങ്ങളുടെ ഒരു പൈസ പോലും എനിക്ക് ആവശ്യമില്ല. വാക്ക് പാലിക്കാനോ സഹതാപം കൊണ്ടോ അല്ല. ദൈവം എനിക്ക് വേണ്ടി കണ്ടെത്തിയ പെണ്ണാണവൾ. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചോളൂ. എനിക്ക് അവളോട് ഇഷ്ടമാണ്, സ്നേഹമാണ്.
ഇന്നെന്താ സ്പെഷ്യൽ? ഇന്ന് സ്പെഷ്യൽ സേമിയ പായസം ഉണ്ടാക്കിയാലോ? അയ്യേ, സേമിയ പായസോ? അല്ലെങ്കിൽ വേണ്ട, എബിക്ക് സേമിയ പായസം ഇഷ്ടമല്ല. ആര് പറഞ്ഞു എനിക്ക് സേമിയ പായസം ഇഷ്ടമല്ലെന്ന്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സേമിയ പായസമാണ്. അപ്പൊ അന്ന് റെസ്റ്റോറന്റിൽ വെച്ച് ഞാൻ ഓർഡർ ചെയ്തപ്പോ എബി വേണ്ടെന്ന് പറഞ്ഞതോ? എന്ന്? അന്ന് എനിക്ക് വയറിന് നല്ല സുഖമില്ലായിരുന്നു, അതുകൊണ്ടാ. എന്നാ ഞാൻ ഇപ്പൊ ഉണ്ടാക്കാം. പായസം ഇവിടെ ഉണ്ടാക്കാനാണോ? അതെല്ലാം വലിയ മെനക്കേടാ. ഹോട്ടലിൽ നിന്നാവുമ്പോ നല്ല ഒന്നാം തരം പായസവും കിട്ടും, കൂടെ കഴിക്കാൻ വല്ല ചില്ലി ചിക്കനോ ചിക്കൻ 65 വാങ്ങുകയും ചെയ്യാം. പായസത്തിന്റെ കൂടെ ചില്ലി ചിക്കനോ? അയ്യടാ അയ്യടാ അയ്യടാ. നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ഞാൻ ചെയ്തോളാം. അല്ല എബി, ഞാൻ അറിയാണ്ട് ചോദിക്കുക. കല്യാണം കഴിഞ്ഞിട്ട് 2 മാസത്തോളായി. ഇത്രയും ദിവസം എന്നെ കൊണ്ട് ഒരു പണിയും ചെയ്യിക്കാതെ എന്തിനാ ഞാൻ ചെയ്യേണ്ട പണികളൊക്കെ എബി തന്നെ ചെയ്യുന്നത്? സത്യം പറയാലോ, ഇത് ഭയങ്കര ബോറാ. ഞാൻ എന്ത് പറഞ്ഞാൽ എബിക്ക് എപ്പോഴും ഒരു ചിരിയാ. നിലിന, നിലിന, അവള് ഗർഭിണിയാണ്. നേരാണോ ഡോക്ടർ? അതെ. ഈ സ്റ്റേജിൽ കൺസീവ് ചെയ്യാന്ന് പറഞ്ഞ നിങ്ങൾ ഇത്ര കെയർലെസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? എന്നോട് മാത്രമല്ലേ പറഞ്ഞിരുന്നുള്ളൂ. നിലീനയ്ക്ക് ഇതറിയില്ലല്ലോ. ഇനി എന്ത് ചെയ്യും ഡോക്ടർ? ഞാനോ തന്നെയാണ് ആലോചിക്കുന്നത്. ഏതായാലും 90 ദിവസമേ അവൾ ജീവിച്ചിരിക്കുന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. അവൾ മരിക്കുന്നെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞ് അവളുടെ ഉള്ളിൽ ജീവനോടെ ഇരിക്കുമ്പോഴാവട്ടെ. ദേവി ഏതൊരു അബോർഷനെ കുറിച്ച് ചിന്തിക്കരുത് പ്ലീസ്. പപ്പയും മമ്മയും അറിയിക്കണ്ടേ? എല്ലാവർക്കും ഫോൺ ചെയ്ത് പറയാം. നീലി ആയിരിക്കോ നീലനായിരിക്കോ? ആരെയാ വേണ്ടത്? നീലി മതി. കൊച്ചു പാവാടയും ഒരു കുട്ടി ബ്ലൗസും ഇട്ട് പൊട്ടും തൊടിച്ച് നടത്താൻ എന്ത് രസായിരിക്കും അല്ലേ ബി? ഞാൻ കുഞ്ഞായിരുന്നപ്പോ മമ്മി എനിക്ക് പണിയിപ്പിച്ചു തന്ന ഒരു സ്വർണ്ണക്കൊലുസുണ്ട്. ഡാഡിയോട് പറഞ്ഞ് അതിങ്ങോട്ട് എടുപ്പിക്കണം. നമ്മുടെ മൈനയ്ക്ക് അതിട്ട് കൊടുക്കാം അല്ലേ?
എബിക്ക് ഇഷ്ടമുള്ള പേരിട്ടോ. വീട്ടിൽ മൈനേന്ന് വിളിച്ചാ മതി. അയ്യേ, മേ ഐ കമിൻ? കമിൻ. ഈ സമയത്ത് ഇതെല്ലാം അത്യാവശ്യം വായിച്ചിരിക്കേണ്ട ബുക്കുകളാ. നിങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ വായിച്ചിരിക്കുമ്പോ ഞാനിവിടെ ഇരിക്കുന്ന അത്ര ശരിയല്ല. ഞാൻ പിന്നെ വായിച്ചോളാം. നിലീന, 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 നിലി, നിലീന, നിലീന. നീ ഇതെവിടായിരുന്നു? നീലി, ആ അവിടെ നിന്നേ, ഒരു കാര്യം പറയട്ടെ. നീലിമോളെ, ഇങ്ങോട്ട് നോക്കി. എനിക്ക് വിശക്കുന്നു, വല്ലതും താ. എനിക്ക് വിശക്കുന്നു. എന്നാ ഞാൻ പുറത്തു പോയി വല്ലതും കഴിക്കാം. ഞാനത് അറിയില്ലെന്ന് വിചാരിച്ചു അല്ലേ? എന്തിനാ എബി അത് ഒളിച്ചു വെച്ചത്? ഞാൻ അറിഞ്ഞാൽ എന്താ? അതാണോ? അത് ഡോക്ടർ നമ്മൾ തമ്മിൽ. ഡോക്ടർ അങ്കിൾ അല്ല എന്നോട് പറഞ്ഞത്. പിന്നാരാ? പീറ്ററാ. പീറ്ററിനോട് കാര്യം പറഞ്ഞു? ആരെങ്കിലും പറയണോ? 2 മാസം അമേരിക്കയിൽ ചെന്ന് നിൽക്കാൻ നിർബന്ധിച്ചുകൊണ്ട് പപ്പയും അമ്മയും അയച്ച കത്ത് അയാൾ കണ്ടു കാണും, അല്ലെങ്കിൽ കാണിച്ചു കാണും. ആത്മാർത്ഥ സുഹൃത്തല്ലേ? 3 കത്ത് വന്നു, ഒരെണ്ണെങ്കിലും എബിയെ കാണിച്ചോ? ഞാൻ മറന്നുപോയതാ. പോട്ടെ, സാരമില്ല. പ്രസവം കഴിഞ്ഞ് നമുക്ക് നമ്മുടെ മൈനയും കൊണ്ടുപോകാം. പോരെ? പ്രോമിസ്? പ്രോമിസ്. ഞാൻ ചോറെടുക്കാം. എന്റെ നീലി മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അതെ. അവൾ എത്ര നാൾ നമ്മളോടൊപ്പം ഉണ്ടാവും? കൂടിയാൽ 3 മാസം. കല്യാണം കഴിഞ്ഞ പിന്നെ എബി ഭയങ്കര മടിയനാ. പഴയ എബിയാണ് എനിക്കിഷ്ടം. പെയിന്റ് ചെയ്യുന്ന, പാടുന്ന എബിയെ. എബിക്കൊന്ന് ആക്റ്റീവ് ആയിക്കൂടെ? വരൂ. ആരാ എബി? ഡാഡി, ഡാഡി എന്താ ഒരു അറിയിപ്പില്ലാതെ? നിന്നെ കാണണമെന്ന് ഡാഡിക്ക് തോന്നി. പെട്ടെന്ന് നിങ്ങൾ പോകുന്നു. എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങൾ? വിശേഷമൊക്കെ പറയാം. ഡാഡി ഇരിക്കെ, ഞാൻ കാപ്പി കൊണ്ടുവരാം. ദീപം ദീപം ദീപം. Hello, Uncle. How are you, Nilina? I'm fine, Uncle. Any discomfort? No,
നത്തിങ്. എന്താ അങ്ങനെ ചോദിച്ചത്? നീ എന്റെ പേഷ്യന്റില്ലേ? അല്ല, ഞാൻ അങ്കിളുടെ മോളാ. മേനം വന്നിട്ട് എവിടെ? നല്ല ഉറക്കമാ. കഴിഞ്ഞ രാത്രി മുഴുവൻ ഉറക്കൊളിച്ച് യാത്രയായിരുന്നു. ഇനിയിപ്പോ ഉടനെ മടങ്ങിപ്പോണം. ഞാൻ വിളിക്കാം. വേണ്ട വേണ്ട, കിടന്നോട്ടെ. എവിടെ പോയി? ഒന്നും പറയണ്ട ഡോക്ടറെ. ഇന്ന് ഈ വീട്ടിൽ 3 നേരം സ്പെഷ്യൽ ഫുഡാ. അത്താഴത്തിന് തന്തൂരി ചിക്കൻ വേണമെന്ന് പറയുന്നത് ദയപ്പഴാ. ഞാൻ കോൾഡ് സ്റ്റോറേജിൽ പോയി വരുന്ന വഴിയാ. ഡോക്ടർ എന്താ ഈ വഴി? ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ പോയതാ. ഒന്ന് ടച്ച് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. ഞാനിതൊന്ന് വെള്ളത്തിലിട്ടെ. ഇതാര് പ്രിപ്പയർ ചെയ്യും? ഞാൻ തന്നെ. വേറെ ആര്? എനിക്കിപ്പോൾ ഇന്റീരിയർ ഡെക്കറേഷൻ അല്ല, കുക്കറേഷനാ. ചിരിക്കുന്നോ? അങ്കിൾ, ഊണഴിച്ചിട്ട് പോവാ അങ്കിൾ. സോറി, 1-2 എമർജൻസി കേസുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. പിന്നീട് ഒരിക്കലാകാം. ഓൾ ദി ബെസ്റ്റ്. പുറമേ മാറ്റങ്ങളൊന്നും കാണുന്നില്ല, എങ്കിലും ജാഗ്രതയായിരിക്കണം. ഇന്നത്തെ രാത്രിയോടൊന്ന് കഴിയട്ടെ. പ്രകടമായ മാറ്റങ്ങൾ എന്തെങ്കിലും കണ്ടാൽ എന്നെ വിളിക്കണം. ശരി. വളരെ കെയർഫുൾ ആയിരിക്കണം. ഞാൻ ഉറങ്ങാതെ കാത്തിരിക്കാം. ഒന്നും സംഭവിക്കില്ല, നമുക്ക് വിശ്വസിക്കാം. നിലീന, നിലീന. വരട്ടെ. അവളോട് ഞാൻ യാത്ര പറയുന്നില്ല. നിലീന, മോളെ. നിലീന, എന്തൊരു ഉറക്കമായത്. എഴുന്നേറ്റ്. വളരെ അത്ഭുതകരമായൊരു മാറ്റം കടന്നു പോയി. സിംറ്റം കണ്ടത് മുതൽ പ്രഗ്നൻസി വരെയുള്ള കാലഘട്ടത്തിലെ തുടക്കത്തിൽ നിന്നും ട്യൂമർ വളർന്നിരിക്കുന്നതായിട്ട് കാണാം. ഇപ്പോഴത്തെ സ്കാനിങ്ങില് പ്രകടമായ മാറ്റങ്ങൾ ഒന്നും കാണാനില്ല. ഐ മീൻ, കുറഞ്ഞിട്ടുമില്ല, കൂടിയിട്ടുമില്ല. അപ്പോ ആശയ്ക്ക് വഴിയുണ്ടല്ലേ ഡോക്ടർ? അത് ഇപ്പൊ പറയാനാവില്ല. പിന്നെ ഈ മാറ്റത്തിന് കാരണം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എനിക്കറിയാം ഡോക്ടർ. ഞാൻ അവളെ അത്ര കണ്ട് സ്നേഹിച്ചു. അവൾ എന്നെയും ഞങ്ങളുടെ കുഞ്ഞിനെയും. അതുകൊണ്ടാ. ആയിരിക്കാം, പക്ഷേ മെഡിക്കൽ സയൻസിന് അങ്ങനെ വിശ്വസിക്കാനാവില്ലല്ലോ. റിസൾട്ടിൽ കാണുന്ന ഈ മാറ്റം ശാശ്വതമാണെന്ന് കരുതണ്ട. ബി കെയർഫുൾ.
മൃത്യുഞ്ജയ ഹോമവും വഴിപാടുമൊക്കെയായി കയറിയിറങ്ങാത്ത ക്ഷേത്രങ്ങളില്ല. പക്ഷേ കണ്ടുപിടിക്കാത്ത രോഗത്തിന്റെയും മരുന്നിന്റെയും പേരിൽ നമുക്കവളെ കൈയൊഴിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പറയുക, കണ്ണൂരിനടുത്ത് ഒരു സ്വാമി ഉണ്ടെന്ന് കേട്ടു. ഒന്ന് നോക്കിയാലോ? ലോകത്തെവിടെ വേണമെങ്കിലും ഞാനാവാ. ഇത്രയും നാള് മരണത്തിന് കൂടൊരുക്കി കാത്തിരുന്നു ഞാൻ. ഇനി അവളെ അങ്ങനെ വിട്ടുകൊടുക്കാൻ എനിക്ക് മനസ്സില്ല. ഒരു 10 മാസം അവൾ ആ കുഞ്ഞിനെ ഒരു നോക്ക് കാണുന്നവരെങ്കിലും. അങ്കിൾ, നീലി അവളുടെ മൈനെ അത്രയ്ക്കങ്ങ് സ്നേഹിച്ചു പോയി. അല്ല ദേ, ഉച്ചയ്ക്ക് ഊണിനെ ഹോസ്പിറ്റലിൽ ഏർപ്പാട് ചെയ്തൂടെ? ഞാൻ മോളെ കാണാൻ പോവും. അവള് മാസം തികഞ്ഞിരിക്കല്ലേ. അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അവളെ പരിചരിക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ശരി, ആയിക്കോട്ടെ. എബി എന്നെ വഴക്ക് പറയരുത്. എന്തിന്? ക്യാൻവാസ് വൃത്തിയേടാക്കിയതിന്. ഹേയ്, നമ്മുടെ കുഞ്ഞ നന്നായില്ല അല്ലേ? എബി വരയ്ക്ക്. ആരെപ്പോലെ ആവണമെന്ന് വല്ല നിശ്ചയമുണ്ടോ? ഞാൻ പറയാം. എബിയുടെ മൂക്ക്, എന്റെ കണ്ണുകൾ, പിന്നെ എബിയുടെ ഇഷ്ടം പോലെ. അല്ലെങ്കിൽ വേണ്ട, കണ്ണും മൂക്കും എല്ലാം എബിയെ പോലെ തന്നെ മതി. എന്നേക്കാൾ ഭാഗ്യം എബിക്കല്ലേ? അതെങ്ങനെ? എബിക്ക് മമ്മിയും ഡാഡിയും ഒക്കെ ഉണ്ട്. എന്നെ പോലെ ആയ നമ്മുടെ കുഞ്ഞിനും മമ്മിയില്ലാതായാലോ? സോറി, വരയ്ക്ക്. വരട്ടെ. ആ പിന്നെ വൈകിട്ട് വരുമ്പോ പറഞ്ഞ സാധനങ്ങൾ മേടിക്കാൻ മറക്കണ്ട. ഇതൊക്കെ എന്നെ ഓർമ്മിപ്പിക്കണം. നേരത്തെ വരില്ലേ? ഡാഡി ഉച്ചയ്ക്ക് വരുമെന്നല്ലേ പറഞ്ഞത്? ഞാൻ ഇന്നൊരു അല്പം ലേറ്റാവും. ഹോട്ടലിലെ വർക്ക് ഇന്ന് തന്നെ തീർത്തു കൊടുക്കണം. പോട്ടെ. ആക്റ്റീവ് ആകാൻ പറഞ്ഞ് എബി ആക്റ്റീവ് ആയപ്പോ എനിക്ക് കാണണമെങ്കിലും നേരവും കാലവും നോക്കണമെന്നായി. ഹോസ്പിറ്റലിൽ പോകാൻ നേരമെങ്കിലും എബി എൻ്റെ കൂടെ ഉണ്ടാവുമെന്നാ എനിക്കിപ്പോ പേടി. ഞാൻ എപ്പോഴും എന്റെ നീലിയോടൊപ്പം തന്നെ ഉണ്ടാവും. അധികം താമസിക്കല്ലേ? താമസിക്കില്ല. പിന്നൊരു കാര്യം, ഇങ്ങനെ കറങ്ങി നടക്കാതെ പോയി റെസ്റ്റ് എടു. പോയി റെസ്റ്റ് എടു. ബൈ. ഹലോ. ആഹാ, എന്താ മോളെ? ആന്റി ഒന്ന് വരാന്ന് പറഞ്ഞിട്ട്. ആ, അപ്പോഴത്തേക്ക് മുഷിഞ്ഞോ? ആന്റി എത്തിക്കോളാം. അങ്കിൾ ഒന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്നോട്ടെ. ആ പിന്നെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ?
അധികം ഓടിച്ചാടുന്നു വേണ്ട കേട്ടോ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം ആന്റി. മോക്ക് എന്താ വേണ്ടേ? ഒന്നും വേണ്ട, ആന്റി വന്നാ മതി. ആന്റി വരാം. ഉം? നിലീന, നിലീന, അയ്യോ. ഒന്ന് വേഗം വണ്ടി വിടെ നിലി, പ്ലീസ് ധൈര്യമായിരിക്കും. ഞാനില്ലേ നിന്റെ കൂടെ? മോള് വിഷമിക്കാതിരിക്കും, ഒന്നും സംഭവിക്കില്ല. ഡാനിയൽ, പ്ലീസ്, എന്റെ നീലി അവളെ ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം. ഇതുപോലെ പണ്ടൊരിക്കൽ തന്നോട് ഞാൻ പറഞ്ഞതല്ലേ, അന്നത് കേൾക്കാനുള്ള മനസ്സ് തനിക്കുണ്ടായിരുന്നോ? ഡാനിയൽ, പ്ലീസ്, സംസാരിച്ചിരിക്കാൻ സമയമില്ല. അല്പം മനുഷ്യത്വം കാണിക്കാം. ഞാൻ വേണമെങ്കിൽ നിങ്ങളെ കാല് പിടിക്കാം. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്.
പെൺകുഞ്ഞ. മോളാ? ഡോക്ടർ, എന്റെ നീലിക്ക് അവളുടെ മൈനെ കാണാൻ പറ്റുമോ ഡോക്ടർ? ആ, പറ്റും, കാണാൻ പറ്റും. ഞാനൊന്ന് കണ്ടോളൂ. ആ. നീലി, നീലി, നീലി.